ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ICD സൂപ്പർവൈസറിൻ്റെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പരീക്ഷ ഏകദേശം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എല്ലാവരും ഒരുപാട് ആശങ്കയിലാണെന്ന് നമുക്കറിയാം. ആശങ്ക എല്ലാവർക്കും ഉണ്ട്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും പഠിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും മറന്നു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ പഠനത്തിൻ്റെ രീതികൾ, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് കൃത്യമായിട്ട് നമ്മൾ പരീക്ഷ ഹാളിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനം പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. പഠിക്കുക, ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇതിനോടൊപ്പം അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു മറ്റൊരു സ്റ്റെപ്പ് കൂടിയുണ്ട്. എന്താണ്? റിവൈസ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ്. പഠിച്ചാൽ മാത്രം പോരെ മക്കൾ, എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ വരുന്ന മീറ്റിങ്ങുകളിൽ നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ റിവിഷനെയും പ്രാക്ടീസിനെയും നമ്മൾ പരീക്ഷകളിലൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ്. നമുക്ക് ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിയ മാക്സിമം ചോദ്യങ്ങൾ എന്തൊക്കെ, എങ്ങനെയൊക്കെ, എവിടെയൊക്കെ ചോദിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് തരുന്ന തരത്തിലാണ് അതിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടക്കുക. അതുപോലെ ഈ പരീക്ഷ എഴുതി മനസ്സിൽ ഉറപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ വിജ്ഞാനം ഉറപ്പിക്കാൻ പറ്റും. എന്നാൽ മാത്രമേ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇതുപോലെ തിയറീസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ചോദിക്കുകയാണ്, രാജു എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന എത്ര വയസ്സുള്ള കുട്ടിയാണ്. രാജു ഒരു മുട്ടായി മേടിച്ച് അത് സോമുവിന് കൊടുത്തു. സോമു മറ്റവനെ പോയി ആ മുട്ടായി കിട്ടിയപ്പോഴത്തേക്കും മറ്റവനെ ഇടിക്കാൻ വേണ്ടി കൊടുത്ത വേറെത്തന്നെ. അപ്പോൾ ഇവൻ ഏത് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റിൽ പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് വേണം. എങ്ങനെ ഈ തിയറി എന്താണ്, അതിൻ്റെ സ്റ്റേജസ് 6 സ്റ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ 3 ലെവൽ ഏതൊക്കെയാണ്, ഓരോ ലെവലിലും എന്തെല്ലാം കാര്യങ്ങളാണ് എംഫസൈസ് ചെയ്യപ്പെടുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ധാരണ ഉണ്ടായാൽ മാത്രം പോരാ, ഇതുപോലുള്ള ഹൈപ്പോത്തറ്റിക്കലായുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തുള്ള ഒരു ശീലം കൂടെ നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 40-50ഓളം ചോദ്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി ഇതിൻ്റെ അവസാനം ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് കാണുക. അതോടൊപ്പം ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയിലുണ്ടായിരിക്കും. ആ പരീക്ഷയും കൂടെ എഴുതി സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ തിയറിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതെന്താണ്? തിയറീസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റിലും ഇന്ന് മോറൽ ഡെവലപ്മെന്റ് തിയറി, കോൾബർഗ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും നോക്കാം. കുറച്ച് കാര്യങ്ങൾ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഉറപ്പായിട്ടും ഒന്നിലധികം തവണ ക്ലാസ് കേൾക്കുക മാത്രമേ തരുള്ളൂ. അതല്ലാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും റിപ്പീറ്റ് ചെയ്ത് പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുക മാത്രമേ രണ്ടാമത്തെ തരുള്ളൂ. 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ തിയറിയായിട്ട് ബന്ധപ്പെടുത്തി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. മറ്റു പല കേസുകളും പല ക്ലാസ്സുകളും ഞാൻ ഒറ്റ ക്ലാസ് തന്നെ ഉറപ്പ് വരും. എന്താണ്? നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് കണ്ടാൽ മതി, നിങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നുള്ള ഉറപ്പോടുകൂടി നമ്മൾ പല ക്ലാസ് എടുക്കാറുണ്ട് അല്ലേ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതൊരു തിയറി ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും പല തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ പല തരത്തിൽ വരാം. എന്നാലും അതിനകത്തെല്ലാം ഉള്ള കോമൺ ഫാക്ടറും ദ ഡിഫറൻസ് അല്ലേ, ഇൻ ബിറ്റ്വീൻ ഈ 6 സ്റ്റേജ് നമ്മൾ ഡിഫറൻസ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എഴുതി പോകാൻ പറ്റും. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫോണ് DND മോഡിലേക്ക് ഇടുക, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലേക്ക് ഇടുക. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾക്ക് നീക്കി വെക്കാനുണ്ടെങ്കിൽ മാത്രം ഈ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിയിരിക്കുക. ബാക്കി എല്ലാ പരിപാടികളും ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. കാരണം ത്രൂ ഔട്ട് ബിഗിനിങ് ടു ദ എൻഡ് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നോക്കാം, ആരാണ് ലോറൻസ് കോൾബർഗ്? ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. നോക്കാം, മോറൽ. ആദ്യം മോറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നോടിയിട്ട് നമുക്ക് ഈ മോറൽ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്ന് വന്ന് നോക്കാം. ഇതൊരു ലാറ്റിൻ വാക്കാണ് കേട്ടോ. മോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കസ്റ്റംസ്, അതുപോലെ മാനേഴ്സ്, ഫോക്ക് വേസ്, അതായത് നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നതിനെ കുറിച്ചുള്ള കസ്റ്റംസ്, ആചാരങ്ങൾ, ഇതെല്ലാം എന്തിൽ വരും? ഏകദേശം മോറൽ എന്ന് പറയുന്ന ഒരു വൈഡ് ടേമിൽ വരും. മോറൽ ഡെവലപ്മെന്റ് എന്താണ്? ശരി എന്ത്, തെറ്റെന്ത് അല്ലേ. ശരിയും തെറ്റും എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് അമ്മയെ കൊന്നാലും 2 പക്ഷം ഉണ്ടെന്ന് പറയാറുണ്ട് അല്ലേ. എങ്ങനെ? അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊല്ലുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോമൺ ഫാക്ട് എടുത്ത് അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എടുത്ത് ഒരു വളരെ തെറ്റായിട്ടുള്ള കാര്യം. പക്ഷേ ആ ഒരു മകന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അവന് അതിനകത്തൊരു മോറൽ റീസണിങ് ഉണ്ടായിരിക്കും. വാട്ട് എവർ ബി ദ റീസൺ, ഒരുപാട് റീസൺസ് ഉണ്ടാകാം. അമ്മ അതുപോലെ അബദ്ധസഞ്ചാരം നടത്തിയ സ്ത്രീ ആണെങ്കിലോ അല്ലെ, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ എന്താ മോറൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, തെറ്റിൽ നിന്നും ശരിയെ വേർതിരിച്ചെടുക്കാനുള്ള മനുഷ്യന്റെ കഴിവ്. ഇതാണ് മോറൽ അല്ലെ, മോർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ശരിയും തെറ്റും എപ്പോഴും ആപേക്ഷികമാണെന്ന് നമ്മുടെ ഉസ്താദ് സിനിമയിൽ പറയുന്ന പോലെ എൻ്റെ തെറ്റ് നിന്റെ ശരിയായിരിക്കും, നിന്റെ തെറ്റ് എൻ്റെ ശരിയായിരിക്കും എന്ന് പറയുന്ന പോലെ എപ്പോഴും ശരിയും തെറ്റും ആപേക്ഷികമാണ്. മനുഷ്യനൊരു മോറൽ അനിമലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വ്യത്യസ്തമായ ദിശകളിലൂടെയുള്ള മോറൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മളിനകത്ത്
പഠിക്കുന്നത്. നോക്കാം. കോൾബർഗ് വാസ് എ പ്രൊഫസർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സോഷ്യൽ സൈക്കോളജിയിലുള്ള പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം. അതുപോലെ ഹി ബിഗാൻ ആസ് എ ഡെവലപ്മെന്റൽ സൈക്കോളജി, അദ്ദേഹം ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റാണ് തുടങ്ങുന്നത്. അതുപോലെ ആരാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്ന് ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരവിടെ കിടപ്പുന്നതാണ് ജീൻ പിയാഷെ. പിയാഷെ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണ്, അദ്ദേഹം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയുടെ ആളാണ് അല്ലേ. അപ്പൊ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയും ഈ മോറൽ ഡെവലപ്മെന്റ് തിയറിയും ഏകദേശം രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. മറ്റേ അവിടെ ആകുമ്പോൾ കുറച്ച് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഏജ് ഒക്കെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏജ് അത്ര സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, എന്നാൽ കൂടിയും ഓരോ ഏജ് ഗ്രൂപ്പും പറയാറുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പൊ ഇതിനകത്ത് ഈ തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ മോർസ് നമുക്ക് ഒടുക്കത്തിലും ഉണ്ടാവും, മനസ്സിലായില്ലേ. അപ്പോൾ ഓരോ സ്റ്റേജിലും വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ലോറൻസ് കോൾബർഗ് അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സ്വിസ് സൈക്കോളജിസ്റ്റ് ഉണ്ട്, ജീൻ പിയാഷെ. ഓക്കെയാണ്, ഓക്കെ അല്ലേടാ? ഓക്കെയാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ തിയറിയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇത് എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു സംഗതി, ഈ ഒരു എന്താ പറയുക, അസർഷനിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമാനത്തിലേക്ക് എത്തിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടിന്യൂസ് ഒരുപാട് ഇൻ്റർവ്യൂസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായി. അതായത് ബോയ്സ്, പ്രധാനമായിട്ടും യങ് ബോയ്സിനെയാണ് അദ്ദേഹം ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഉപയോഗിച്ചത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ഏറ്റവും വലിയ പരാജയമല്ല, ഒരു ക്രിറ്റിസിസമായിട്ട് പറയപ്പെടുന്നത്. കാരണം എന്താണ്, ജെൻഡർ ബയാസ്ഡ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ബോയ്സിൻ്റെ ഒരു മോറൽ മാത്രം അദ്ദേഹം പഠിച്ചുകൊണ്ട് ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും അത് ജെൻഡർ ബയാസ്ഡ് ആണെന്നൊരു വിമർശനമല്ല അതിനെതിരെ ഉണ്ടായിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, അദ്ദേഹം ചെയ്ത ഇങ്ങനെയാണ്, എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സിന്റെ ഏതൊക്കെയാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ലേറ്റ് അഡോളസൻസിലുള്ള കുട്ടികളുടെ വരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, പ്രധാനമായിട്ടും എത്തിക്കൽ ഡിലമാസ് ആണ് അദ്ദേഹം ചോദിച്ചത്. മോറൽ ഡെലമാസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെയ്ൻസ് ഡിലമ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത്രയേ ഉള്ളൂ, ആ സംഭവം ഇത്രയേ ഉള്ളൂ. ഹെയ്ൻസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ $2000 മരുന്ന് ആ അസുഖം ഭേദമാകാൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ചു. ആ മരുന്ന് വാങ്ങാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയില്ല, ഇദ്ദേഹത്തിന് ആരും കടം കൊടുക്കുന്നില്ല, ഇദ്ദേഹത്തിന് എല്ലാ ബാങ്കുകളും ലോൺ നിഷേധിച്ചു അല്ലെ, ആരും കൊടുക്കുന്നില്ല, കാരണം ഇദ്ദേഹം തിരിച്ചടവിനുള്ള ശേഷിയില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ഹെയ്ൻസ് എന്ത് ചെയ്യണം ഈ അവസരത്തിൽ? ഹെയ്ൻസ് ഈ മരുന്ന് മോഷ്ടിക്കണമോ അതോ ഈ വൈഫിനെ മരിക്കാൻ വിടണമോ? ഇതാണ് ചോദ്യം. കാരണം വേറെ ജോലി ചെയ്തുണ്ടാക്കാനോ ആരും കൊടുക്കാനൊന്നുമില്ല. ഇതാണ് ആ ഒരു എത്തിക്കൽ ഡെലമ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഓരോ കുട്ടികളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ആ കുട്ടികൾ വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ തരും. അതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന്റെ കാരണവും അവർ പറയും. ഉദാഹരണത്തിന് ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും, അതായത് ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ ചോദിക്കുമ്പോഴത്തേക്കും അവന് പറയുന്നത് ഒരു പണിഷ്മെന്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും. കാരണം എന്താ, നിയമത്തെ ധിക്കരിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന കാര്യം ധിക്കരിക്കാൻ ഒരു പേടിയുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കുട്ടികൾ പറഞ്ഞ ആശയങ്ങളും ആ ഉത്തരങ്ങളും വെച്ചിട്ടാണ് അദ്ദേഹം എന്തിലേക്ക് വന്നത്, ഈ ഒരു തിയറിയിലേക്ക് വന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെയ്ൻസ് മോറൽ ഡിലമ എന്ന് പറയുമ്പോൾ നോക്കാം. അതൊന്ന് ഓർത്തിരിക്കുക, ഈ പേര് ചോദിക്കും കേട്ടോ. ഈ പേര് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പല പരീക്ഷകളിലും കണ്ടുവന്നിട്ടുണ്ട്. നോക്കാം. ഇൻ ദീസ് ഇന്റർവ്യൂസ് കോൾബർഗ് ആസ്ക്ഡ് ദ പാർട്ടിസിപ്പൻസ് ടു റെസ്പോണ്ട് ഹൈപ്പോതെറ്റിക്കൽ എത്തിക്കൽ ഡെലമാസ്. ഹൈപ്പോതെറ്റിക്കൽ ആയിട്ട് എത്തിക്കൽ ഡെലമാസ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇതുപോലുള്ള ചോദ്യങ്ങൾ. അതായത് നമ്മൾ നിയമം നിഷേധിക്കണം, അല്ലെങ്കിൽ നിയമത്തിന് കൂടെ പോകണോ, അതേ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, സഹായിക്കണോ, അല്ലെങ്കിൽ ഇപ്പൊ അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ടോ. അത്തരത്തിലുള്ള ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടുള്ള എത്തിക്കൽ ഡെലമാസുമായിട്ട് ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു തിയറിയിലേക്ക് എത്തിയത്. നോക്കാം. ഹെയ്ൻസ് ഡിലമ എന്നറിയപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് എന്താണ് ഹെയ്ൻസ് ഡിലമ? എ മാൻ കോൺടംപ്ലേറ്റിംഗ് ഓൺ സ്റ്റീലിംഗ് എ ഡ്രഗ് ടു സേവ് ഹിസ് ഡൈയിങ് വൈഫ് ബിക്കോസ് ഹി കനോട്ട് അഫോർഡ് ദ ഡ്രഗ് ആഫ്റ്റർ എക്സോസ്റ്റിംഗ് ഓൾ പോസിബിൾ ടു പേ ഫോർ ഇറ്റ് അല്ലേ. അദ്ദേഹത്തിന് ഇപ്പം അത് പൈസ അടയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കിയതിനു ശേഷം അദ്ദേഹത്തിന് പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ ഇത് സ്റ്റീൽ ചെയ്യണോ, മരുന്ന് മോഷ്ടിക്കണമോ വേണ്ടയോ? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിനാണ് ഇദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ചോദ്യത്തിന് കിട്ടിയ ഉത്തരങ്ങൾ എന്നാണ് എന്ത് വന്നത്, ഇതിന്റെ ആൻസറിലേക്ക് വന്ന് നോക്കാം. ദ റിസൾട്ട് ഓഫ് ദ ഇന്റർവ്യൂ ഷോഡ് എ പാറ്റേൺ ഓഫ് റെസ്പോൺസസ്. ഇതിന്റെ റിസൾട്ട്, ഒരു റെസ്പോൺസിന് കൃത്യമായ പാറ്റേൺ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ആ പാറ്റേൺ എന്ത് സജസ്റ്റ് ചെയ്തു? എ പ്രോഗ്രഷൻ ഇൻ മോറൽ റീസണിങ്. കൊച്ചുകുട്ടികളുടെ വലിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും, വലിയ ആൾക്കാർ വരെ തരുന്ന ആ ഒരു ഉത്തരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ പാറ്റേൺ എന്താണ്? ദേർ ഈസ് എ പ്രോഗ്രഷൻ ഇൻ മോറൽ റീസണിങ് അല്ലേ. ചെറിയ ഒരു സിറ്റുവേഷനിൽ നിന്നും, അതായത് ഒരു കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ചുള്ള അവന്റെ മോറൽ എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിലല്ല, അവന്റെ പുറത്താണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുതരാം. പിന്നെ അത് അവന്റെ ഉള്ളിലേക്ക് എത്തുന്നു, പിന്നെ ആ നിയമത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക്, പിന്നെ അവസാനം യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സത്യത്തിലേക്ക് അല്ലെ, പ്രപഞ്ച സത്യത്തിലേക്ക് എത്തുന്നു എന്ന് പറയാം. അതൊക്കെ പറഞ്ഞുതരാം. അത്തരത്തിലുള്ള പ്രോഗ്രഷൻ അവിടെ കണ്ടു. ആ പ്രോഗ്രഷനാണ് എന്തിലേക്ക് വന്നത്? ഈ തിയറിയിലേക്ക് വന്നതെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി നോക്കാം. ഇവിടെ ഒന്നും ക്വസ്റ്റ്യൻസ് വലുതായിട്ടില്ല. എന്തായാലും കൃത്യമായിട്ട് നിങ്ങൾ കേട്ടിരുന്നാൽ ഇതെല്ലാം വളരെ മനോഹരമായിട്ട് മനസ്സിൽ പതിയും. ശ്രദ്ധ കൊടുക്കുക, പേ അറ്റൻഷൻ. ഓക്കെ അല്ലേടാ?
അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി 6 സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് അദ്ദേഹം സജസ്റ്റ് ചെയ്തു കേട്ടോ. 6 സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആണ് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സജസ്റ്റ് ചെയ്തത്. അതിനെ പിന്നെ എന്ത് ചെയ്തു 3 ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ ആദ്യം അങ്ങനെ 3 ലെവല്, ഓരോ ലെവലിലും ഈ 2 സ്റ്റേജ് വീതം, അങ്ങനെ മൊത്തം മൊത്തം 6 ലാർജ് സ്റ്റേജസ് 1 2 3 4 5 6 ഇങ്ങനെ ഓരോ ലെവലിലും വെച്ചിട്ട് 6 സ്റ്റേജും കൂടെ അദ്ദേഹം എന്ത് ചെയ്തു കണ്ടെത്തി എന്നുള്ളതാണ്. നോക്കാം, അതിന്റെ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം, എന്ത് മനസ്സിലാക്കിയിരിക്കാം. സ്റ്റേജസ് അല്ല, ലെവൽസ്, 3 ലെവൽസ്. ഒന്ന് പ്രീ കൺവെൻഷണൽ ലെവൽ. ആ കൺവെൻഷനിൽ ഓർത്തിരിക്കുക. കൺവെൻഷണൽ രണ്ടാമത്തെ ലെവൽ അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രീ കൺവെൻഷനൽ ആണെങ്കിൽ സെക്കൻഡ് കൺവെൻഷനൽ. അപ്പോൾ അടുത്ത എന്തായിരിക്കും? പോസ്റ്റ് കൺവെൻഷണൽ അല്ലേ. അത് ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്, കൺവെൻഷണൽ മാത്രം പഠിച്ചാൽ മതി. 3 ലെവൽ ഏതൊക്കെയാണെന്നുള്ള കാര്യം, 3 സ്റ്റേജ് അല്ല, സ്റ്റേജും ലെവലിൽ നിന്ന് മാറിപ്പോകല്ലോ മക്കളെ. സ്റ്റേജും ലെവലിൽ നിന്ന് മാറിപ്പോകൽ. ലെവലാണ് 3, സ്റ്റേജ് 6 കേട്ടോ. നോക്കാം, കൺവെൻഷണൽ മാത്രം പഠിച്ചാൽ മതി. പ്രീ കൺവെൻഷണൽ മനസ്സിലിരിക്കും, അതുപോലെ പോസ്റ്റ് കൺവെൻഷണലും നമ്മുടെ മനസ്സിലിരിക്കും അല്ലേ. നോക്കാം, ദ 6 സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഡിവൈഡഡ് ഇൻടു 3 ലെവൽസ് അല്ലേ. നമ്മൾ എത്ര പഠിച്ചു? 6 സ്റ്റേജസ് പഠിച്ചില്ലേ. അത് പിന്നെ 3 ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു. പിന്നെ അതിനകത്ത് ഓരോന്നിലും ഈ 2 സ്റ്റേജസ് വെച്ച് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പഠിക്കേണ്ട കാര്യമില്ല. സംഗതി മനസ്സിലായേ? മൊത്തം 3 ലെവല്, അതിൽ ഈ 2 സ്റ്റേജ് വീതം, മൊത്തം 6 സ്റ്റേജ്. ഇത്ര മാത്രമേ ഉള്ളൂ. ആ ലെവലിൽ എന്ത് പറയുന്നു? പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ അല്ലേ. അത്രേ ഉള്ളൂ. പ്രീ കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഇപ്പൊ നമുക്ക് പ്രീ കൺവെൻഷണൽ ലെവലിലേക്ക് പോകാം. 4 മുതൽ 10 വയസ്സ് വരെ. എത്ര? 4 മുതൽ 10 വയസ്സ് വരെ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ 3 മുതൽ 8 വയസ്സ് വരെ എന്നൊക്കെ നമ്മൾ പലയിടത്തും എഴുതി കണ്ടിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടില്ല. നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളൂ കേട്ടോ. ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളൂ ഈ മോറൽ ഡെവലപ്മെന്റ് ബന്ധപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലാണ് ആദ്യം നോക്കുന്നത്, പ്രീ കൺവെൻഷണൽ ലെവൽ അല്ലെ. ഒന്നാമത്തെ ലെവൽ പ്രീ കൺവെൻഷണൽ ലെവൽ, രണ്ടാമത്തെ ലെവൽ കൺവെൻഷണൽ ലെവൽ, മൂന്നാമത്തെ ലെവൽ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ബോധ്യമാകും. എന്തൊക്കെയാണ് പ്രീ കൺവെൻഷണൽ ലെവൽ? ഇവിടെ 3 മുതൽ 7 വയസ്സ് വരെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ പല സ്ഥലങ്ങളിലും കുറച്ച് വ്യത്യാസമുണ്ട്. എന്തായാലും ആ ഏജ് എങ്ങും ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. നിങ്ങൾ ഏജ് പലപ്പോഴും മെൻഷൻ ചെയ്യുന്നത് ഈ സ്റ്റേജ് പറയുന്നതിന് മുന്നേ ഒരു പക്ഷേ ഏജ് മെൻഷൻ ചെയ്തേക്കാം. പക്ഷെ ആ ഏജ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റേജ് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി പോകരുത്, തെറ്റിപ്പോകും. ആ കുട്ടിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ കുട്ടി എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെ വെച്ചിട്ട് ഉത്തരത്തിലേക്ക് പോകാവൂ. ഫസ്റ്റ് സ്റ്റേജ് എന്താണ് മക്കളെ? പ്രീ കൺവെൻഷണൽ ലെവൽ. അപ്പൊ എത്രയാണ്? 3 മുതൽ 7 വയസ്സ് വരെ. അവിടെ എന്തുണ്ട് മക്കളെ? രണ്ട് സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യുന്ന ഒരു പരിപാടി, അത് കഴിഞ്ഞ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പരിപാടി അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് എന്താ? കൺവെൻഷണൽ ലെവൽ എടുത്തപ്പോഴത്തേക്കും അവിടെ ഒരു ഗുഡ് ബോയ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഗതി കൊടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റേജ് ആണ്. ലോ ആൻഡ് ഓറൽ മൊറാലിറ്റി എന്ന് പറയുന്ന സംഗതി കൊടുത്തിട്ടുണ്ട്. അതും ഒരു സ്റ്റേജ് ആണ്. അടുത്ത എന്താണ്? പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. അവിടെ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു സ്റ്റേജും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. അപ്പോൾ അതിനകത്ത് ഇപ്പൊ പഠിക്കുന്നതാണ് പ്രീ കൺവെൻഷണൽ ലെവൽ. ഈ 2 കാര്യങ്ങൾ, ഈ 2 സ്റ്റേജസ് വരുന്ന ലെവലിനെ കുറിച്ചാണ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് കൺസേൺഡ് പ്രൈമർലി വിത്ത് ദ കോൺസിക്വൻസ് ഓഫ് ഓൺസ് ആക്ഷൻസ് അല്ലെ. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്താൽ എന്ത് കിട്ടും, എന്ത് പ്രശ്നമുണ്ടാകും, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെവൽ ഓഫ് മോറലാണ് എന്ത് പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. 2 കാര്യങ്ങൾ ഉണ്ടാകാം ഞാനൊരു കാര്യം ചെയ്താൽ. ഒന്നുകിൽ എനിക്ക് തല്ല് കിട്ടാം, അല്ലെങ്കിൽ എനിക്ക് തലോടൽ കിട്ടാം അല്ലെ. ഈ 2 കാര്യങ്ങളാണ് ഈ ലെവലിൽ കുട്ടികൾ 4 മുതൽ 10 വയസ്സ് എന്ന് പറയാൻ പറ്റൂല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാ കൊച്ചുങ്ങളെ ഒരുപോലെ ഒരു അച്ചട്ട് വാർത്ത വെച്ചേക്കുന്ന അല്ല. ഇദ്ദേഹം പറഞ്ഞ പോലെ അല്ലേ. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വാട്ട് എവർ ഇറ്റ് മേ ബി. തിയറി എന്ത് പറയുന്നു, പ്രാക്ടിക്കൽ സൈഡിൽ ഈ ലെവലിൽ ഈ ഏജിലൊക്കെ ഉറപ്പായിട്ടും വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഈ ഏജ് ഗ്രൂപ്പിൽ പറയുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരുത്തന്റെ കോൺസിക്വൻസ് ഓഫ് ആക്ഷൻ അല്ലെ. അവൻ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ അവന് കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ പ്രശ്നമോ ഗുണമോ അതാണ് ഈ ലെവലിന്റെ മൊറാലിറ്റിയെ നിർണ്ണയിക്കുന്നത്. അക്കോർഡിംഗ് ടു കോൾബർഗ് എന്താണെന്ന് നോക്കാം. പേഴ്സൺസ് ഇൻ ദിസ് ലെവൽ സിംപ്ലി പർസ്യൂ ദെയർ ഓൺ ഇൻട്രസ്റ്റ് വൈൽ അറ്റ് ദ സെയിം ടൈം അവോയ്ഡ് സാങ്ഷൻസ്. നോക്കാം. പേഴ്സൺസ് ഇൻ ദിസ് ലെവൽ അല്ലെ, ഈ ലെവലിലുള്ള കുട്ടിയെ സംബന്ധിച്ചുള്ള അവൻ എന്ത് ചെയ്യുന്നുണ്ടോ? സിംപ്ലി പർസ്യൂ ദെയർ ഓൺ ഇൻട്രസ്റ്റ്. അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. അതായത് അവൻ പോയി ഭിത്തിയിൽ വരയ്ക്കുന്നു,
ഭിത്തിയിൽ വരയ്ക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യമാണ്. ഒരു പക്ഷേ ഒരു വീട്ടിൽ അവൻ അടി കിട്ടും, ഒരു വീട്ടിൽ അവൻ തലോടൽ കിട്ടാൻ സാധ്യതയുണ്ട്. കൊള്ളാം മോനെ, നല്ല ചിത്രം എന്ന് പറയാം. വേറൊരു വീട്ടിലാണെങ്കിൽ ഒരു പക്ഷേ അവൻ അടി കിട്ടാൻ സാധ്യതയുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ, അവൻ ചെയ്തത് എന്താണ്? അവൻ ഓൺ ഇൻട്രസ്റ്റിലാണ് ചെയ്തതെന്നുള്ളതാണ് അല്ലേ. അവൻ ചെയ്തത് അവൻ്റെ ഓൺ ഇൻട്രസ്റ്റിലാണ്. സാങ്ഷൻസിനൊന്നും കാത്തിരിക്കാറില്ല. പക്ഷേ ഇവിടെ മൊറാലിറ്റി നിശ്ചയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിൽഡ്രൻസ് ബേസ് ദെയർ ജഡ്ജ്മെന്റ്സ് ഓൺ എക്സ്റ്റേണൽ കോൺസിക്വൻസസ്. അത് കഴിഞ്ഞിട്ട്, ഈ ആക്ഷൻ കഴിഞ്ഞിട്ടാണ് അവ എന്തിലേക്ക് പോകുന്നത്? അതിൻ്റെ ജഡ്ജ്മെന്റിലേക്ക് പോകുന്നത്. വരച്ചാൽ തല്ല് കിട്ടും, വരയ്ക്കുന്നത് പ്രശ്നമാണ് എന്നവൻ മനസ്സിലാക്കുന്നു. ഒരു വീട്ടിൽ, മറ്റൊരു വീട്ടിൽ വരച്ചാൽ കുഴപ്പമില്ല, നല്ല പടം വരച്ചാൽ തലോടൽ കിട്ടുമെന്ന് മനസ്സിലാവും. പിന്നെയും വരയ്ക്കാൻ തുടങ്ങുന്നു. അപ്പൊ നമുക്ക് അവൻ അവന്റെ കോൺസിക്വൻസ്, എക്സ്റ്റേണൽ കോൺസിക്വൻസ് ബേസ് ചെയ്താണ് അവൻ ജഡ്ജ്മെന്റ് എടുക്കുന്നത് അല്ലേ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ ഒരു ലെവൽ സംഭവിക്കുന്നത്. നോക്കാം, പണിഷ്മെന്റ് ആൻഡ് റിവാർഡ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഫസ്റ്റ് ഇവിടെ എന്താണ്? പ്രീ കൺവെൻഷൻ ലെവലാണ് പണിഷ്മെന്റ് ആൻഡ് റിവാർഡ് ഓറിയന്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്കൊരു കുട്ടിയുടെ ഒരു ആക്ഷൻ മോശമാണെന്ന് അവൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അല്ലാതെ അവന്റെ ഇന്റേണലൈസ്ഡ് ആയിട്ട് അവനൊരു മൊറാലിറ്റി ഇല്ല. അമ്മയെ ചവിട്ടും അവൻ, അമ്മയെ അടിക്കും അവൻ, അമ്മയെ നോവിക്കും അവൻ, അമ്മയെ നോവിക്കും തെറ്റാണെന്ന് അവന് അറിയില്ല. ഇതാണ് സംഭവം. അവിടെ അമ്മയെ നോവിച്ചു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ പറ്റും അത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. അതുപോലെ നല്ല കാര്യം എന്താണെന്ന് അവൻ തിരിച്ചറിയാനുള്ള ശേഷി ഇല്ല. അവനൊരു നല്ല കാര്യം ചെയ്യുന്നു, ഒരു നല്ല പാട്ട് പാടുന്നു, നമ്മൾ മുട്ടായി മേടിച്ച് കൊടുക്കുന്നു, അവനറിയാം പാട്ട് കൂടുതൽ നന്നായിട്ട് പാടിയാൽ പിന്നെയും മുട്ടായി കിട്ടുമെന്ന്. പണിഷ്മെന്റ് ആൻഡ് റിവാർഡ് ഓറിയന്റേഷൻ എവിടെ? പ്രീ കൺവെൻഷണൽ ലെവൽ. നോക്ക്, ഇതാണ് ഇവിടെ പഠിച്ചിരിക്കേണ്ടത്. പണിഷ്മെന്റ് ആൻഡ് റിവാർഡ് ഓറിയന്റേഷൻ. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. ഒരു കുട്ടി ഒരു കാര്യം ചെയ്യുന്നത് അവന്റെ സ്വയം ഇഷ്ടപ്രകാരമാണ്. അതിനുശേഷം അവനിത് ജഡ്ജ് ചെയ്യുന്നത് അവന് കിട്ടുന്ന എക്സ്റ്റേണൽ കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ്. ഓക്കെയാണ് പറഞ്ഞത്. പണിഷ്മെന്റ് ആൻഡ് റിവാർഡ് ഓറിയന്റേഷൻ ഈസ് ആൾവേസ് കൺസേൺഡ് വിത്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മക്കളെ? പ്രീ കൺവെൻഷൻ ലെവലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രീ കൺവെൻഷൻ ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെന്റ്, മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നോക്കാം, മൊറാലിറ്റി ഇൻ ദ പ്രീ കൺവെൻഷൻ ലെവൽ ഈസ് എക്സ്റ്റേണലി കൺട്രോൾഡ്. ശ്രദ്ധിക്കുക, അത് എക്സ്റ്റേണലി കൺട്രോൾഡ് ആണ്, പുറമേ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന കാര്യമാണ്. കണ്ടോ, ഫിയറും ഹോപ്പും അല്ലെ. എന്ത് ചെയ്യുന്നു? ആ കുട്ടിയോട് ചിലപ്പോൾ തല്ല് കിട്ടും, ഇത് ചെയ്താൽ തല്ല് കിട്ടുമെന്ന് അവനറിയാം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ മിഠായി കിട്ടുമെന്ന് അവനറിയാം. ഈ രണ്ട് കാര്യങ്ങളാണ് അവനെ നിയന്ത്രിക്കുന്നത്. നോക്കാം, മൊറാലിറ്റി എങ്ങനെ എക്സ്റ്റേണലി കൺട്രോൾഡ് ആണ്. ചോദിക്കാം എങ്ങനെ? പ്രീ കൺവെൻഷൻ ലെവലില് മൊറാലിറ്റി എങ്ങനെയാണെന്ന് ചോദിക്കാം. എക്സ്റ്റേണലി കൺട്രോൾഡ്, അതുപോലെ കുറെ സോഷ്യലി ഓറിയന്റഡ്, ഇങ്ങനെ എല്ലാ ഓപ്ഷൻസ് വരാം. എക്സ്റ്റേണലി കൺട്രോൾഡ് ആണ് എന്ത്? പ്രീ കൺവെൻഷൻ ലെവല്. ആൻഡ് ചിൽഡ്രൻ ബിഹേവ് അക്കോർഡിംഗ്ലി. അവർ എന്ത് ചെയ്യുന്നു? ദേ അക്സെപ്റ്റ് ആൻഡ് ബിലീവ് ദ റൂൾസ് ഇമ്പോസ്ഡ് ബൈ ദ അതോറിറ്റീസ്. ആരൊക്കെ അതോറിറ്റീസ്? പാരന്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സമൂഹത്തിലെ മുതിർന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം പറയുന്ന കാര്യങ്ങൾ അവൻ അനുസരിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. എന്തിന്റെയാണ്? അവന് കിട്ടുന്ന എക്സ്റ്റേണൽ കോൺസിക്വൻസ് എന്താണ് എന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവൻ ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് അവന്റെ മൊറാലിറ്റി ഈസ് എക്സ്റ്റേണലി കൺട്രോൾഡ് ഇൻ കേസ് ഓഫ് പ്രീ കൺവെൻഷണൽ ലെവൽ. നോക്കാം, ചിൽഡ്രൻ ഇൻ ദ പ്രീ കൺവെൻഷണൽ ലെവൽ ഹാവ് നോട്ട് യെറ്റ് ഇന്റേണലൈസ്ഡ് ദ സൊസൈറ്റീസ് കൺവെൻഷൻസ്. നോക്കൂ, നേരത്തെ പറഞ്ഞു എന്താണ്? മൊറാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്റ്റേണലി കൺട്രോൾഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. കുട്ടിക്ക് സമൂഹത്തിൽ നിന്നും പാരന്റ്സിൽ നിന്നും ടീച്ചറിൽ നിന്നും കിട്ടുന്ന ഇൻപുട്ടുകൾ വെച്ചിട്ടല്ലേ അവർ ഇമ്പോസ് ചെയ്യുന്ന റൂൾസ് അവനെ അനുസരിക്കും. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവന് കിട്ടുന്ന എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ എന്താണ്? അവന്റെ മൊറാലിറ്റി എക്സ്റ്റേണലി കൺട്രോൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? സൊസൈറ്റിയുടെ കൺവെൻഷൻസ്, ഒരു സമൂഹത്തിന്റെ രീതികൾ, അതിന്റെ ശരികളൊന്നും അവൻ എന്തായിട്ടില്ല, ഇന്റേണലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. പഠിച്ചു വയ്ക്കണം ഇത് കേട്ടോ. രണ്ട് കാര്യവും സെയിം തന്നെയാണ്, ഇത് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ അല്ലേടാ. അപ്പൊ എന്താണ്? വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് അവൻ അറിയില്ല. അവൻ എന്തിലാ ഫോക്കസ് ചെയ്യുന്നേ? ഓൺ എക്സ്റ്റേണൽ കോൺസിക്വൻസസ് അല്ലെ. ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന എൻകണ്ടർ ചെയ്യുന്ന എക്സ്റ്റേണൽ കോൺസിക്വൻസസ് എന്താണ് എന്ന് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്ത്? അവന്റെ മൊറാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞില്ല, രണ്ട് സ്റ്റേജസ് ഉണ്ട് ഇതിനകത്ത്. രണ്ട് സ്റ്റേജസ്. ഇപ്പൊ നമ്മൾ എന്താ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്? എക്സ്റ്റേണൽ ആയിട്ട് അവന് കിട്ടുന്ന കാര്യങ്ങൾ തല്ലും തലോടലുമാണ് ഇവന്റെ ഈ ഒരു പ്രായത്തിലെ മൊറാലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് മനസ്സിലായി. ഇനി ഈ പ്രീ കൺവെൻഷൻ ലെവലിൽ രണ്ട് സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയന്റേഷൻ. അപ്പോൾ തുടക്കത്തിൽ അല്ലെ, ഒരു 4 വയസ്സൊക്കെ ഉള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവൻ, ഞാൻ നേരത്തെ പറഞ്ഞു, വരയ്ക്കും, അവൻ എന്ത് ചെയ്യും? അവൻ മണ്ണിൽ കളിക്കും അല്ലെ. അവൻ പല കാര്യങ്ങളും അവൻ ചെയ്യും. അതെല്ലാം അവൻ്റെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്.
അപ്പൊ നോക്കാം. ദിസ് സ്റ്റേജ് ഈസ് കൺസേൺഡ് വിത്ത് പണിഷ്മെന്റ് ആൻഡ് അതോറിറ്റി. ഈ സ്റ്റേജിനെ സംബന്ധിച്ചുള്ള അവന്റെ മൊറാലിറ്റി എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നവൻ തീരുമാനിക്കുന്നത് പണിഷ്മെന്റിന്റെയും അതോറിറ്റിയുടെയും അടിസ്ഥാനത്തിലാണ്. ഡാ എന്ന് വിളിച്ചാൽ അവൻ വരണമെന്നുണ്ടെങ്കിൽ അവൻ എന്താണ് ഒരു അടി കിട്ടാൻ സാധ്യതയുണ്ട് എന്നവൻ അറിയാം. അല്ല, അവൻ ഇഷ്ടത്തിലല്ല അവൻ വരുന്നത്, അടി ഒഴിവാക്കാൻ വേണ്ടിയാണ് അവൻ വരുന്നത്. നോക്കാം. ദ ചൈൽഡ് കംസ് ടു സോൾവ് എ മോറൽ ഡിലമ ബൈ ഫോളോയിങ് ദ അഡൽട്സ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ കൺസിഡർഡ് ആസ് ഫൈനൽ. അല്ലെ, നമ്മൾ പറയുന്ന കാര്യമാണ് അവന്റെ ശരി. അപ്പൊ നമ്മൾ പറയുകയാണ്, മോനെ നീ ഇത് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നീ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല ആ ഒരു പ്രായത്തിൽ. എന്നാൽ കൂടിയും ഇത് വരയ്ക്കാൻ പാടില്ല, തെറ്റാണ്, അല്ലെങ്കിൽ കാറിന്റെ ബർത്ത് കുത്തി വരയ്ക്കാൻ പാടില്ല, തെറ്റാണെന്ന് പറഞ്ഞാൽ ആ ഒരു മോറൽ ഡിലമ തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ശേഷി അവൻ ആ സമയത്തില്ല. നോക്ക്, ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വളരെ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ, ബൗദ്ധിക വികാസം ഇതുമായിട്ട് വളരെ വലിയ ബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ നോക്കാം, ചൈൽഡ് കംസ് ടു സോൾവ് എ മോറൽ ഡിലമ ബൈ ഫോളോയിങ് ദ അഡൽട്സ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ കൺസിഡർഡ് ആസ് ഫൈനൽ. അപ്പോൾ എന്താണ് അഡൽട്ടിന്റെ ഇൻസ്ട്രക്ഷൻ എന്താണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്കാണ്. ആ ഫൈനലായിട്ട് വരുന്ന വേർഡിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഒരു മോറൽ ഡിലമ അവന് സോൾവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ കുട്ടിയുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹെയ്ൻസിന്റെ ഒരു ഹെയ്ൻസിന്റെ ഡിലമ കൊടുക്കുകയാണ്. ആ സമയത്ത് അവന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ആലോചിച്ചിട്ടിരിക്കും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെയാണ്, മോഷ്ടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അപ്പോൾ അവൻ പറയും, മോഷ്ടിച്ചാൽ പോലീസ് പിടിക്കും, എനിക്ക് പോലീസ് പിടിച്ച പ്രശ്നം മനസ്സിലായില്ലേ. അവൻ ആ ഒരു അപ്പം നമ്മുടെ പറഞ്ഞ കാര്യം എന്താണ്, അവൻ ഫൈനലായിട്ട് എടുക്കുകയാണ് അല്ലേ, അവൻ ഫൈനലായിട്ട് എടുക്കും. അത് മാത്രമല്ല, അതനുസരിച്ച് മാത്രമേ അവനൊരു ഡിലമ സോൾവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. മാത്രമല്ല, എപ്പോഴും പണിഷ്മെന്റ് ആൻഡ് അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഒബീഡിയൻസ് നോക്കാം, ഫസ്റ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നു ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയന്റേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ, ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയന്റേഷൻ. അപ്പൊ അവന്റെ അനുസരണ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവന് കിട്ടുന്ന പണിഷ്മെന്റിന്റെ ഒക്കെ കാര്യത്തിൽ ബേസിലാണ് വരുന്നത് അല്ലേ. ഇവിടെ ഈ ദ ഡിസിഷൻ ഈസ് ടു ഒബേ ഈസ് ആൾസോ റിഫ്ലക്റ്റഡ് ബൈ കൺസേൺ ഓഫ് ഗെറ്റിംഗ് പണിഷ്ഡ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മരുന്ന് മോട്ടിച്ചാല് പോലീസ് പിടിച്ചോന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ കൺസേൺ ഓഫ് ഗെറ്റിംഗ് പണിഷ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിസിഷൻ ആ പ്രായത്തിൽ എടുക്കാൻ സാധ്യത കൂടുതൽ ഉള്ളത്. അങ്ങനെയുള്ള ഉത്തരങ്ങളാണ് കോൾബർഗ് ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്ന്. നോക്കാം, മൊറാലിറ്റി ഈസ് സംതിങ് എക്സ്റ്റേണൽ ടു ദം. ഒരിക്കൽ കൂടെ പറയുന്നു, ഇവിടെ ഈ കൂട്ടുകാർക്ക് മൊറാലിറ്റി ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. ഇന്റേണൽ അല്ല, ഇന്റേണലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം. ഒന്നാമത്തെ ലെവലിലെ രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെൻസിൽ കൊണ്ടുപോകും, അവൻ കട്ടർ കൊണ്ടുവരും. അവൻ്റെ കയ്യിലുള്ള നല്ല മിനുക്കുള്ള പെൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ മിനുക്കുള്ള പെൻസിൽ വേണമെന്ന് തോന്നും. എൻ്റെ കയ്യിൽ മുട്ടായി ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടായി കൊടുക്കും, എടാ പെൻസിൽ ഇങ്ങാടാന്ന് പറയും. പെൻസിൽ അവൻ തരാതിരിക്കാം, തന്നില്ലെങ്കിൽ ചീക്കിടും അല്ലേ. ഇതാണ് പരിപാടി. ഇപ്പോഴും നമ്മൾ കൊച്ചുങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. നോക്കാം, സെക്കൻഡ് സ്റ്റേജ് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് അല്ലെ, കാര്യങ്ങൾ പരസ്പരം കൈമാറുക, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ ഓറിയന്റേഷൻ എന്ന് പറയും. ഇവിടെ ഈ കുട്ടി കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതലായി അവൻ എന്ത് കിട്ടും എന്നുള്ള കാര്യത്തിലാണ്. അവൻ നേരത്തെ പറഞ്ഞു പണിഷ്മെന്റ് ആൻഡ് റിവാർഡാണ് ഈ പറഞ്ഞ ഫസ്റ്റ് പ്രീ കൺവെൻഷൻ ലെവലിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. ഇവിടെ റിവാർഡ്, അവൻ എന്ത് കിട്ടും എന്നുള്ളതാണ്. നോക്കാം, ഇവിടെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കിയിരിക്കുക. നമുക്കിവിടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കാരും കുറച്ചും കൂടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ക്ലിയർ ചെയ്യാം. നോക്കാം, ദിസ് ലെവൽ ഈസ് കൺസേൺഡ് വിത്ത് ഓൺസ് ഓൺ ഇൻട്രസ്റ്റ് ഓർ അഡ്വാൻറ്റേജ്. മറ്റിടത്തും കുട്ടികൾ ചെയ്യുന്നത് അവന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അവന്റെ ഇൻട്രസ്റ്റ് പ്രകാരമാണ്. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ തീരുമാനിക്കുന്നത്, തലോടത് കിട്ടുമോ എന്ന് അറിഞ്ഞിട്ടാണ് അവൻ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, ദിസ് ലെവൽ കൺസേൺഡ് വിത്ത് ഓൺസ് ഓൺ ഇൻട്രസ്റ്റ് ഓർ അഡ്വാൻറ്റേജ്. അവന്റെ അഡ്വാൻറ്റേജ്, എനിക്ക് എന്ത് കിട്ടും, ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയും അല്ലേ. തല്ലിന് തല്ല്, തലോട്, അങ്ങനെ എനിക്ക് എന്ത് കിട്ടും. തല്ല് കിട്ടിയാൽ പറ്റില്ല, അവൻ തലോട് തന്നെ വേണം. നോക്കാം, and it expresses the what's in it for me. അതിൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എന്താ ഉള്ളത്. ഈ ഒരു പൊസിഷൻ ഈസ് ആൾവേസ് അസോസിയേറ്റഡ് വിത്ത് എന്താ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ ഓറിയന്റേഷൻ. ഈ വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇൻഡിവിജ്വലിസം അല്ലെ, ഒരുത്തന്റെ സ്വന്തം ഇൻട്രസ്റ്റ് ആണ് ഇൻഡിവിജ്വലിസം, അല്ലെ എക്സ്ചേഞ്ച് അല്ലെ. അവൻ എന്ത് കിട്ടും, അവന് എനിക്ക് എന്ത് കിട്ടും ഇൻ എക്സ്ചേഞ്ച്. ഞാൻ ഈ കാര്യം ചെയ്താൽ, നിനക്ക് നന്മ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത്. അതുപോലെ ഇൻസ്ട്രുമെന്റൽ ഓറിയന്റേഷൻ, അതായത് ഇൻസ്ട്രുമെന്റൽ ആണ് കാര്യങ്ങൾ. അവൻ എന്ത് ഫിസിക്കലായിട്ട് അവൻ എന്ത് കിട്ടും എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും അവൻ ചോദ്യം ചെയ്യുന്നത്. അതുപോലെ നോക്കാം, വാട്ട് ഈസ് ആൾസോ സീൻ ദ റെസിപ്രോസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ കുട്ടി എന്താണ്, അവളുടെ കയ്യിൽ എന്തോ ഉണ്ട്. അപ്പോൾ അവളുടെ കയ്യിൽ ഒളിച്ചു വെച്ചിരുന്ന പുസ്തകം ഇവന് വേണം. അപ്പോൾ അവൻ ഡയറി മിൽക്ക് കൊടുക്കുന്നു, അവൾ പുസ്തകം തിരിച്ചു കൊടുക്കുന്നു അല്ലേ. ഇത് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ അവൻ എനിക്ക് ഇന്നലെ ഇത് തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തെങ്കിലും അവന് കൊടുക്കണ്ടേ, അവന് തിരിച്ചു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ അവന് കൊടുത്തതല്ലേ, അതുകൊണ്ട് അവൻ എന്തുകൊണ്ട് എനിക്ക്
എനിക്ക് തന്നില്ല, തരേണ്ടതല്ലേ ഈ സാധനം. ഇതാണ് റെസിപ്രോസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് എന്താണ് ഇൻസ്ട്രുമെന്റൽ ഓറിയന്റേഷൻ മറന്നു പോകരുത്. സ്റ്റേജ് ഓഫ് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് മറന്നു പോകരുത്. നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി ടു സാറ്റിസ്ഫൈ ഹിസ് നീഡ്സ്, അല്ലെ അവന്റെ ആവശ്യങ്ങളെ എന്താണ് ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു അത്തരത്തിലുള്ള ഒരു സ്റ്റേജാണ്. നോക്കാം. സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി എന്ന് പറഞ്ഞാലും ഇതിന്റെ മറ്റൊരു പേരായിട്ട് പറയപ്പെടുന്നുണ്ട് കേട്ടോ. സ്റ്റേജ് 2 സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ. കോൾബർഗിന്റെ ഒബ്സർവേഷൻ നോക്കാം. ചിൽഡ്രൻ ബിഹേവ് ഇൻ ദ റൈറ്റ് വേ ബിക്കോസ് ദേ തോട്ട് ദാറ്റ് ഡൂയിങ് സോ ബ്രിങ്സ് പ്രാക്ടിക്കൽ റിസൾട്ട്സ്, അല്ലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവന് സിപ്പപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇവൻ എനിക്ക് നാളെ കാണിച്ചു തരുമായിരിക്കും, പേപ്പർ പരീക്ഷ അവർ കാണിച്ചു തരായിരിക്കും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അവന് പ്രയോജനം ഉണ്ടെന്ന് ചിന്തിക്കുന്നു. ഇതാണ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ. നോക്കാം. on obeys the norms because it is beneficial to oneself, അല്ലെ ഒരു കാര്യം അവൻ എന്ത് ചെയ്യുന്നു, അവൻ അത് അനുസരിക്കുന്നുണ്ടെങ്കിൽ അവന് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മോറൽ ഡിസിഷൻസ് ആർ മെയ്ഡ് ബേസ്ഡ് ഓൺ ദ റിവാർഡ്സ് വൺ ക്യാൻ റിസീവ്, ഒരുത്തിന് കിട്ടാൻ സാധ്യതയുള്ള റിവാർഡ്സിന്റെ അടിസ്ഥാനത്തിലേക്ക് അവൻ ഡിസിഷൻസ് എടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കൊച്ചുങ്ങളടുത്ത് ഡയറി മിൽക്ക് മേടിച്ചു കൊടുക്കാൻ, ഹോംവർക്ക് ചെയ്താൽ ഡയറി മിൽക്ക് മേടിച്ചു തരാം, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകാം എന്ന് പറയത്തില്ലേ. എൻ്റെ കൊച്ചു ചെറുക്കനാണെന്നുണ്ടെങ്കിൽ ഇതാണ്, ഇത് ഉണ്ടെങ്കിൽ എന്ത് അങ്ങനെ കൊടുത്താൽ അവൻ വലിയ സന്തോഷമാണ്. അവൻ കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് അച്ഛാ ഞാൻ റെഡി, പുറത്ത് പോകാൻ റെഡിയാന്ന് പറഞ്ഞിരിക്കും. എല്ലാ ദിവസവും പുറത്തു കൊണ്ടുവന്ന് പറ്റില്ല. അപ്പോൾ ചില ചെറിയ സാധനങ്ങളിലേക്ക് നമുക്ക് ഇത് മതി ഒതുക്കേണ്ടതായിട്ട് വരും. നോക്കാം. മോറൽ ഡിസിഷൻസ് ആർ മെയ്ഡ് ബേസ്ഡ് ഓൺ ദ റിവാർഡ്സ് വൺ ക്യാൻ റിസീവ്, ഒരുത്തന് ഒരു കുട്ടിക്ക് എന്ത് കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ എന്ത് ചെയ്യുന്നത് ഈ മോറൽ ഡിസിഷൻസ് ഈ ഒരു പ്രായത്തിൽ എടുക്കാൻ സാധ്യതയുള്ളത്. ഇവിടെ മോറൽ റീസണിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഷോസ് എ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ അതേഴ്സ്, മറ്റുള്ളവരിൽ അവന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ പ്രശ്നം അവനെ സംബന്ധിച്ച് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ എപ്പോഴും ചീക്കിടുന്നത്, അല്ലേ. നമ്മളിവിടെ വെട്ടെന്ന് പറയും, കുറ്റികൾ ചീക്കെന്ന് പറയും, പണക്കം എന്ന് പറയും, അല്ലേ. എന്തിനാണ് പെട്ടെന്ന് ഞാൻ ഇന്നലെ അവനത് കൊടുത്തില്ല, ഇനി തന്നില്ലല്ലോ, പെട്ടെന്ന് അവൻ പണങ്ങും, അല്ലേ. കാരണം എന്താണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റവൻ്റെ കാഴ്ചപ്പാടും ചിന്തിക്കാനോ അല്ലെങ്കിൽ അവൻ എന്ത് ഫീൽ ചെയ്യുമെന്ന് ആലോചിക്കാനോ അങ്ങനെയുള്ള ഒരു സൊസൈറ്റൽ നോംസിലേക്ക് അവൻ എത്തിയിട്ടില്ല. അതാണ് ഈ ഒരു ഏജിലുള്ള മോറൽ റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്കും അവൻ എന്താണ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ അതേഴ്സ്, അതായത് ദ സ്റ്റേജ് ഓഫ് മോറൽ റീസണിങ് ഇൻ വിച്ച് ഷോസ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ അതേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രധാനമായിട്ട് നമുക്ക് എഴുതാം, കറക്റ്റായിട്ട് ഇതിലേക്ക് പോകാം. ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. ഒരു ഉദാഹരണം നോക്കാം. ഫോർ എക്സാമ്പിൾ, എ പാരന്റ് സെഡ് ടു ദ ചിൽഡ്രൻ, ഇഫ് യു ഫിനിഷ് ഹോംവർക്ക് വെരി ഫാസ്റ്റ് ഐ വിൽ ഗിവ് യു ഡയറി മിൽക്ക്. ഡയറി മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും, ഹോംവർക്ക് എഴുതും. ഇതൊരു എക്സാമ്പിൾ ആണ്, അല്ലേ. ഇതുപോലെ നേരത്തെ കണ്ടതെല്ലാം നമ്മൾ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് വെച്ചിട്ട് ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അത് ഞാൻ സോൾവ് ചെയ്യാൻ പറഞ്ഞു തരാം. ഓക്കെ, അത് കണ്ട് നിങ്ങൾ ഇപ്പോഴേ ഞെട്ടേണ്ട. മീൻസ് അങ്ങനെയല്ല, വളരെ നമ്മൾ കുറച്ചൊന്ന് മൈൻഡ് സെറ്റായിട്ട് ആലോചിച്ച് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റും. കൺഫ്യൂഷൻ ഉണ്ടാകാതെ പ്രോസസ് ചെയ്യാൻ മാത്രം മതി. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ എന്താണ് ഡിഫറൻസ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അതിനുവേണ്ടി അവസാനം ഞാൻ ഒരു ചെറിയ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി വരച്ച് എവിടെയെങ്കിലും തൂക്കിയിടുക. നിങ്ങൾക്ക് ആ ചാർട്ടിനകത്ത് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് ആദ്യം ആ ചാർട്ട് ഒട്ടിച്ച് വയ്ക്കുക. ഓക്കെ അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ലെവൽ പോകാം. എന്താണ് കൺവെൻഷണൽ ലെവൽ. 10 മുതൽ 13 വയസ്സ് വരെ നമുക്ക് ഏർലി അഡോളസെൻസ്, അല്ലെ. ലേറ്റ് അഡോളസെൻസ് അല്ല, ഇത് നമുക്ക് ഏർലി അഡോളസെൻസ് എന്ന് പറയാം. കൺവെൻഷണൽ ലെവല് അഡോളസെൻസിന് തൊട്ട് മുന്നേ ഉള്ള പ്രശ്നം, അത് ഒരു പ്രശ്നക്കാരനായി മാറുന്നതിന് മുന്നേ ഉള്ള, അല്ലെ. അഡോളസെൻസ് ആകുമ്പോഴത്തേക്ക് അവൻ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും, അല്ലേ. ഒരുപാട് കാര്യങ്ങളിലേക്ക് അവൻ പോകും. മാറ്റുവിൻ ചട്ടങ്ങൾ എന്നൊക്കെ അവൻ പറയും, അല്ലേ. നമ്മളെല്ലാം മോഹൻലാലിൻ്റെ ഒരു പഴയ സിനിമ, മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അപ്പോൾ ആരാടാ നിങ്ങൾ, ഞങ്ങൾ ചിന്തിക്കുന്നതെല്ലാം നമ്മൾ അസ്വസ്ഥരാണ്. അപ്പോൾ എന്തിനാണ് നോം ചോസ്കിയുടെ എവിടെ തിയറി പഠിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞിട്ട് കൊച്ചു സംസാരം കേട്ടിട്ട്, കൊച്ചല്ല ഒരു 14 വയസ്സുകാരൻ്റെ സംസാരം കേട്ടിട്ടില്ലേ, ആ ലെവലിലേക്ക് പോകും. അതൊക്കെ നമുക്ക് പറയാം. അതൊക്കെ എന്തുകൊണ്ട് അവൻ പറഞ്ഞെന്നും ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെവൽ ഏർലി അഡോളസെൻസ് എന്താണ്, 10 മുതൽ 13 വയസ്സ് വരെ, അല്ലേ. 10 മുതൽ 13 വയസ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട. നമുക്ക് എന്തായാലും ചിലപ്പോൾ 8 മുതൽ 12 വയസ്സ് വരെയൊക്കെ ചിലർ പറയാറുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 8 മുതൽ 13 വയസ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം. അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, കൺവെൻഷണൽ ലെവൽ എന്ന് വിളിക്കുന്നു. നോക്കാം. ത്രൂ ഔട്ട് ദ കൺവെൻഷണൽ ലെവൽ എ ചൈൽഡ് സെൻസ് ഓഫ് മൊറാലിറ്റി ഈസ് ടൈഡ് ടു പേഴ്സണൽ ആൻഡ് സൊസൈറ്റൽ റിലേഷൻഷിപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. എന്താണ് പേഴ്സണൽ ആൻഡ് സൊസൈറ്റൽ റിലേഷൻഷിപ്പ്.
ഒന്ന് അവൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പും, രണ്ട് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്ത് കൺവെൻഷണൽ ലെവലിൽ ഒരു ചൈൽഡിൻ്റെ, ഒരു കുട്ടിയുടെ സെൻസ് ഓഫ് മൊറാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സൊസൈറ്റി റിലേഷൻഷിപ്പും അതുപോലെ പേഴ്സണൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നു. കമ്പനി ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര അത്യാവശ്യം സ്ട്രോങ് ആവുന്ന സമയമാണ് 10 മുതൽ ഈ ഒരു ഏജ് അല്ലേ. ഫ്രണ്ട്ഷിപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് വരും. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോഴത്തേക്കും അല്ല ഒരു ഗ്രൂപ്പിൽ ജീവിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിക്ക് കാര്യങ്ങൾ അവൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നൊരു പ്രായമാണ്. നോക്കാം. Children continue to accept the rules of authority figures, but this is now due to their belief that this is necessary to ensure positive relationship and societal order. ഇപ്പോഴും കുട്ടികൾ എന്താണ് അതോറിറ്റി ഫിഗേഴ്സ്, ടീച്ചേഴ്സും പാരൻസും കൊടുക്കുന്ന കാര്യങ്ങളെ ആ ഒരു റൂൾസിനെ എന്ത് ചെയ്യും, അനുസരിക്കാൻ തയ്യാറാകും. പക്ഷെ ഇവിടെ എന്താ കാരണം, എന്തുകൊണ്ടാണ് അവരുടെ വിശ്വാസം അതിൻ്റെ കാരണം എന്തിനാണ്, ഇത് നമ്മൾ അനുസരിക്കുന്നത് ദാറ്റ് ഈസ് നെസസറി ടു എൻഷുർ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആൻഡ് സൊസൈറ്റൽ ഓർഡർ അല്ലേ. സാമൂഹികപരമായിട്ടുള്ള ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആരുമായിട്ടും, നമ്മുടെ അതോറിറ്റീസുമായിട്ടും, നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരുമായിട്ടും, അതുപോലെ നമ്മുടെ കൂട്ടുകാരുമായിട്ടും ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് അനുസരിക്കൽ നിർബന്ധമാണ് എന്നവന് വ്യക്തമായ ധാരണയുണ്ട് ഈ ഏജിലുള്ള കുട്ടിക്ക്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? നോക്കാം. there is a shift from one self interest to relationship with other people and social systems. ആദ്യം നമ്മുടെ പ്രീ കൺവെൻഷൻ ലെവലിൽ എന്താണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലേ അവൻ്റെ സെന്ററാണ്. എന്താണ് ഈഗോ സെൻട്രിസം പഠിച്ചില്ലേ? ഈഗോ സെൻട്രിസം എന്ന് പറയാൻ അവൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമേ ലോകത്തെ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ. നോക്കാം. അത്തരത്തിൽ നിന്നും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു ഷിഫ്റ്റ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. there is a shift from self interest to relationship with other people and social systems. മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിലും അതുപോലെ സോഷ്യൽ സിസ്റ്റത്തിലേക്കും എന്താ ഒരു ഷിഫ്റ്റ് അവന്റെ മൊറാലിറ്റിയിൽ വന്നു കഴിഞ്ഞു ഈ ഒരു ഏജിൽ. നോക്കാം. അപ്പോൾ കോൾബർഗിന്റെ അഭിപ്രായത്തിൽ ദ ഇൻഡിവിജ്വൽസ് സ്ട്രൈവ്സ് ടു സപ്പോർട്ട് റൂൾസ് ദാറ്റ് ആർ സെറ്റ് ഫോർത്ത് ബൈ അതേഴ്സ്, പാരന്റ്സ്, പിയേഴ്സ് ആൻഡ് ദ ഗവൺമെന്റ് ടു വിൻ ദെയർ അപ്രൂവൽ ഓർ ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ. ഈ ഏജിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, റൂൾസിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആര് സെറ്റ് ചെയ്യുന്ന, മറ്റുള്ള ആൾക്കാർ സെറ്റ് ചെയ്യുന്ന റൂൾസ്, പാരൻസ് കൊണ്ടുവച്ചിരിക്കുന്ന റൂൾസ്, പിയേഴ്സ് കൂട്ടുകാരുടെ റൂൾസ്, ഗവൺമെന്റിന്റെ റൂൾസ് എല്ലാം അവൻ അനുസരിക്കും. എന്തിന്? ടു വിൻ ദയർ അപ്രൂവൽ ഓർ ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ അല്ലേ. എന്തിനാണ്? അവന്റെ അപ്രൂവലിനും അല്ലേ, അവനൊരു അപ്രൂവൽ കിട്ടണം അല്ലേ. അവനെന്താണ് ഇതൊക്കെ തെറ്റിച്ച് നടന്നാൽ അവൻ ചീത്തക്കുട്ടിയായിട്ട്, അല്ലെങ്കിൽ അവനെ തള്ളിക്കളയും അല്ലേ. അവനെ തള്ളിക്കളയും ആര്? സമൂഹവും അവന്റെ പിയർ ഗ്രൂപ്പൊക്കെ തള്ളിക്കളഞ്ഞേക്കാം. അതുമാത്രമല്ല സോഷ്യൽ ഓർഡർ, സാമൂഹികപരമായ ഓർഡർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ഓരോരുത്തരും ഇതനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്ന് ഉള്ള വ്യക്തമായ ധാരണയാണ് ഈ കുട്ടിക്ക് ഉള്ളത്. നോക്കാം. ഈ ഒരു ഏജിലുള്ള കുട്ടിയും എന്തായിരിക്കും, ഗുഡ് ബോയ് ആറ്റിലുള്ള കുട്ടിയും എന്തായിരിക്കും ചെയ്യുന്നത്? ഹെയ്ൻസിന്റെ ഡിലമയിൽ എന്ന് പറയും, അയ്യോ അത് പറ്റത്തില്ല കേട്ടോ, കാര്യം ഇത് നമ്മളെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണെന്നായിരിക്കും അവൻ പറയാൻ സാധ്യത കൂടുതലുള്ളത് അല്ലേ. നോക്കാം. ഇൻ കൺവെൻഷൻ ലെവൽ ചിൽഡ്രൻ കണ്ടിന്യൂ ടു ആക്സെപ്റ്റ് ദ റൂൾസ് ഓഫ് അതോറിറ്റി ഫിഗേഴ്സ് നോട്ട് ബിക്കോസ് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ്. ഇവിടെ എന്താണ്, സെൽഫ് ഇൻട്രസ്റ്റ് കൊണ്ടല്ല അവൻ എന്ത് ചെയ്യുന്നത്, റൂൾസ് അനുസരിക്കുന്നത് അല്ലേ. റൂൾസ് അനുസരിക്കുന്നത് മറ്റടുത്ത് അവൻ റൂൾസ് അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? കറക്റ്റ് ആയിട്ട് രാവിലെ വൈകുന്നേരം ഹോംവർക്ക് ചെയ്തിരിക്കണം. പാരന്റ് സെറ്റ് ചെയ്ത റൂളാണ്, പാരന്റ് സെറ്റ് ചെയ്ത റൂൾ. അപ്പോൾ ഹോംവർക്ക് ചെയ്താൽ അവൻ എന്ത് കിട്ടും? അവന് വേറെ എന്തെങ്കിലും കിട്ടും. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആ റൂൾ അനുസരിക്കുന്നത്. അവൻ്റെ സെൽഫ് ഇൻട്രസ്റ്റ് അവൻ എന്ത് കിട്ടും അല്ലേ. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അടി കിട്ടും അല്ലേ. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രീ കൺവെൻഷൻ ലെവൽ അവൻ കാര്യങ്ങൾ തീരുമാനിച്ചത്. കൺവെൻഷൻ ലെവൽ ആകുമ്പോഴത്തേക്കും അവൻ സെൽഫ് ഇൻട്രസ്റ്റ് കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്, അവന് അക്സെപ്റ്റൻസ് കിട്ടണം അല്ലേ. എന്താണ്, ഒരു അപ്രൂവൽ കിട്ടണം, മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടണം, അതുപോലെ സോഷ്യൽ ഓർഡർ പാലിക്കപ്പെടണമെന്ന് അവന് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവൻ്റെ സെൽഫ് ഇൻട്രസ്റ്റ് കൊണ്ടല്ല അവൻ റൂൾസ് മാനിക്കുന്നത്. They thought that behaving according to the set rules will necessarily ensure positive relationship and societal order. റൂൾസ് അനുസരിച്ച് കഴിഞ്ഞാൽ എന്താണ്, പോസിറ്റീവായിട്ട് റിലേഷൻഷിപ്പും ഉണ്ടാക്കാൻ പറ്റും, നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, സൊസൈറ്റൽ ഓർഡറും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ആ ഒരു ഏജിൽ, ആ ഒരു സമയത്തെ മൊറാലിറ്റി എംഫസൈസ് ചെയ്യുന്നൊരു കാര്യം. ഇനി നമുക്ക് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ സ്റ്റേജ് നോക്കാം. രണ്ടാമത്തെ ലെവൽ കൺവെൻഷൻ ലെവൽ. അതിനകത്ത് നോക്കാം 10 മുതൽ 13 വയസ്സ് വരെ. അടുത്ത എന്താണ്, തേർഡ് സ്റ്റേജ് ആണ്. അതിനകത്ത് വരുന്ന തേർഡ് സ്റ്റേജ്, 2 സ്റ്റേജ് ഉണ്ട്, എല്ലാ ലെവലിലും 2 സ്റ്റേജ് അല്ലേ. തേർഡ് സ്റ്റേജ് ഓഫ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ദ സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി ടു ഗ്രൂപ്പ് നോംസ്, അല്ലെങ്കിൽ ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയന്റേഷൻ എന്നൊക്കെ പറഞ്ഞതാണ് തേർഡ് സ്റ്റേജ് ആണ്. ഇതെല്ലാ പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. ആ പേരല്ല, ആക്ച്വലി ഇത് പല സ്ഥലത്തിൽ
പല രീതിയിൽ ഇതിനെ പറയാറുണ്ട്. ഗുഡ് ബോയ് നൈസ് ഗേൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട്, ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയന്റേഷൻ എന്ന് പറയാറുണ്ട്, സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി ടു ഗ്രൂപ്പ് നോംസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയാറുണ്ട്. നോക്കാം, ഇവിടെ നോക്കാം, ഇത് കണ്ടോ നിങ്ങൾ? ഗുഡ് ബോയ് ആറ്റിറ്റ്യൂഡ്, ഇത് ചെയ്താൽ നല്ലത് ചെയ്താൽ നല്ലത് കൊടുക്കണേ തമ്പുരാനെ, അല്ലേ? നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. മോറൽ റീസൺസ് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ എത്തിക്സ്, അല്ലേ? നോക്കാം, ചിൽഡ്രൻ വാണ്ട് ദ അപ്രൂവൽ ഓഫ് അതേഴ്സ് ആൻഡ് ആക്ട് ഇൻ വേസ് ടു അവോയ്ഡ് ഡിസപ്രൂവൽ, അല്ലേ? ഒരു ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ ഈ ഒരു ഏജിൽ എൻ്റെ ഒരു 7ാം ക്ലാസ്സിലുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഐ വാസ് ബീയിങ് എ ഗുഡ് ബോയ്. എനിക്ക് ഗുഡ് ബോയ് ആകാനും മറ്റുള്ള അപ്രൂവൽ വേണമെന്നുള്ള ആഗ്രഹമുള്ള വ്യക്തിയാണ്. എല്ലാ കുട്ടികളും പോലൊരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോഴത്തേക്കും 7ാം ക്ലാസ്സിൽ മലയാളം സെക്കൻഡ് പരീക്ഷ. അപ്പോൾ അന്ന് 8ാം ക്ലാസ് വരെ ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. കോപ്പി അടിയെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് പേടിയായിരുന്നു പക്ഷേ കോപ്പി അടിക്കാൻ. മറ്റുള്ള മറ്റെനിക്ക് തോട്ടുണ്ട്, എനിക്ക് അറിയാത്ത, ഞാൻ ഭയങ്കര പഠിത്തക്കാരനൊന്നുമില്ല, എന്നാലും എനിക്ക് അറിഞ്ഞുള്ളൂ ഇത് എങ്ങനെ എവൻ അറിയാൻ പറ്റും എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. മറ്റൊരുത്തനെ അറിയാൻ പറ്റില്ലായിരിക്കും എന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെയും ചോദിച്ചെഴുതാൻ പോയിട്ടില്ല 7ാം ക്ലാസ് വരെ, കേട്ടോ. 7ാം ക്ലാസ് ചോദിച്ചാൽ പോയിട്ടില്ല. അപ്പോൾ ഈ 7ാം ക്ലാസ്സിൽ ഉണ്ടായ സംഭവമാണ്. 7ാം ക്ലാസ്സിൽ മലയാളം സെക്കൻഡ് പരീക്ഷ. അപ്പോഴത്തേക്കും മലയാളം സെക്കൻഡ് പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു. നമ്മുടെ ഒരു പാഠം ഉണ്ടായിരുന്നു, മറ്റേ അശ്വത്ഥമാവ് വന്ന് മറ്റേ ആരെയാണ് ഇവിടെ ഇവരെല്ലാം കൊല്ലൂലേ, അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. ആരാണ്? നമ്മുടെ മഹാഭാരതത്തിൻ്റെ അവസാനം, അതാണ് സെക്കൻഡിൽ. അപ്പോൾ അതിനകത്ത് ദൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ. ഞാൻ എന്താ സംഭവം ഞാൻ പറഞ്ഞത്, ഉത്തരം ഇതായിരുന്നു, 1 വേർഡ് ക്വസ്റ്റ്യൻ, ദൃഷ്ടദ്യുമ്നൻ എന്നാണ്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയായിരുന്നു ദൃഷ്ടദ്യുമ്നൻ. ഞാൻ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഞാൻ ആളുടെ പേര് പറയില്ല, ചിലപ്പോൾ അദ്ദേഹത്തിന് അർത്ഥമാവാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ തമാശയായിട്ട് ഓർത്തിരിക്കുന്നത്, എന്നാലും എന്നേക്കാൾ നന്നായിട്ട് പഠിക്കുന്നത് എനിക്ക് ഉറപ്പുള്ള ആളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തരില്ല, എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു. പരീക്ഷാ പേപ്പർ വന്നപ്പോഴത്തേക്കും ഒരു കുട്ടി എഴുന്നേൽപ്പിച്ചു ടീച്ചർ. അപ്പോൾ അദ്ദേഹം എഴുതിയ പേര് മത്ഗുണൻ എന്നാണ്. മത്ഗുണൻ എന്നാണ് അദ്ദേഹം എഴുതിയത്. ഞാൻ പക്കാര് പറഞ്ഞത്, കറക്റ്റായിട്ട് പറഞ്ഞതാണ്. അപ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ എഴുതി. അടുത്ത ആളിനെ എഴുന്നേൽപ്പിച്ചു, അവനും മത്ഗുണൻ. അങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് പയ്യന്മാർ ഏറെക്കുറെ നടന്ന് എൻ്റെ അടുത്ത് വരെ എത്തി. അപ്പം ആരാ പറഞ്ഞു തന്നെ? അത് ഇവൻ പറഞ്ഞു തന്ന് ഈ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ വ്യക്തിയിലെത്തി. അപ്പം ഇവൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ആരാ പറഞ്ഞത്? ശ്യാം. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ച്, നീ പറഞ്ഞു കൊടുത്താളാ? ഞാൻ പറഞ്ഞു കൊടുത്തില്ല ടീച്ചറെ. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കല്ല ഓർമ്മയുണ്ട്. എനിക്ക് അറിഞ്ഞുകൊടുന്നില്ല, ഞാൻ പറഞ്ഞു തരില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ കാര്യം എനിക്ക് വ്യക്തമായിട്ട്. പക്ഷേ എന്തോ കുറച്ച് ദൂരെ ഇരുന്നിട്ട് അവൻ എന്തോ കേട്ടു, അവന് ഓർമ്മയുണ്ടായിരുന്നു, അവൻ അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് എഴുതിയതായിരിക്കണം. പക്ഷേ പുള്ളി എന്നെക്കാൾ മിടുക്കനായ ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ. എന്നെക്കാൾ മിടുക്കനായ എന്നെക്കാൾ എപ്പോഴും മാർക്ക് മേടിക്കുന്ന വ്യക്തി തന്നെയാണ്. അത് പുള്ളി പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവർക്കും അത് വിശ്വാസമായി, എല്ലാവരും അങ്ങ് എഴുതി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഐ വാസ് ആൾസോ എ ഗുഡ് ബോയ് ഇൻ ദാറ്റ് ഏജ്, അല്ലേ? ഒരു ഗുഡ് ബോയ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, ചെയ്യാൻ പാടില്ല. കണ്ടെഴുതുന്നത് തെറ്റാണെന്ന് നമുക്കറിയാം. എങ്ങനെ ചെയ്യും നമ്മൾ? തെറ്റെങ്ങനെ ചെയ്യും, അല്ലേ? തെറ്റ് ചെയ്യാൻ പാടില്ല. എന്താ? വി ആർ ഗുഡ് ബോയ്സ്. ഗുഡ് ബോയ് നൈസ് ഗേൾ ആറ്റിറ്റ്യൂഡ്, ആ ഓറിയന്റേഷൻ എവിടെ വരുന്നത്? 3rd സ്റ്റേജിൽ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരുന്ന കാര്യമാണ്, അല്ലേ? ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്ന കാര്യമാണ്. നോക്കാം, ചിൽഡ്രൻ വാണ്ട് ദ അപ്രൂവൽ ഓഫ് അതേഴ്സ് ആൻഡ് ആക്ട് ഇൻ വേസ് ടു അവോയ്ഡ് ഡിസപ്രൂവൽ. നോക്കാം, അതുപോലെ സ്റ്റേജ് ഓഫ് ഇന്റർപേഴ്സണൽ കൺകോർഡൻസ്, അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഇന്റർപേഴ്സണൽ കൺകോർഡൻസ്, ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ് അക്കോർഡിംഗ് ദ മജോറിറ്റി ടു ബി ഗുഡ് ഓർ ബാഡ് ഗേൾ, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുകയാണ്. ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ഒരുത്തൻ വന്നിട്ട് നമ്മളെ കൂട്ടുകാരനെ ഇടിക്കുന്നു. അപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ പേരും അവൻ ഇടിക്കാൻ പോവുകയാണ്, അവൻ തിരിച്ചിടിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഞാൻ മാറി എന്ന് കഴിഞ്ഞാൽ ഞാൻ മോശക്കാരനായാലോ, എൻ്റെ കൂട്ടുകാരെല്ലാം അവനെ സഹായിക്കാൻ പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവനും എന്തിനു പോകും? സഹായിക്കാൻ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പിൽ അവൻ നിൽക്കുമ്പോൾ അവിടെ ഗുഡ് ഗേൾ ആവണമെങ്കിൽ ഈ ഇന്റർപേഴ്സണൽ കൺകോർഡൻസ് അവൻ സാറ്റിസ്ഫൈ ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റേജ് ഓഫ് ഇന്റർപേഴ്സണൽ കൺകോർഡൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേടാ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിൻ്റെ 3ാം സ്റ്റേജിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അല്ലെ? നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വേണ്ടി നോക്കാം. എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഈസ് 2 ചിൽഡ്രൻ ഇൻ ദ ഫാമിലി, 2 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി എന്ത് ചെയ്യും? നല്ല ആക്ട് ചെയ്യും കാര്യങ്ങൾ. എന്തിന്? അച്ഛനും അമ്മയും നല്ലതെന്ന് പറയാൻ വേണ്ടി ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവൻ നല്ലതായിട്ട് ചെയ്യുകയും ചെയ്യും, മറ്റൊന്ന് കുറ്റം കണ്ടുപിടിച്ച് കൊടുക്കുകയും ചെയ്യും, അവനായിട്ട് വഴക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ടില്ലേ? അപ്പോൾ എന്താണ്? അഫെക്ഷൻ ഓഫ് ദ പാരൻസ് അവൻ ആവശ്യമാണ്, അതുപോലെ അവരുടെ കൺസിഡറേഷൻ ആവശ്യമാണ്. അപ്പോൾ മറ്റേ കുട്ടിയും ഇത് കണ്ടിട്ട് വേണമെങ്കിൽ അവൻ അങ്ങനെ ചെയ്യാം. പക്ഷേ അവനെ നമ്മൾ നിരന്തരം ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയാൽ അവൻ എന്ത് ചെയ്യും? അവൻ്റെ തോന്നി വഴിക്ക് അവൻ പോവുകയും ചെയ്യും.
അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. നോക്കാം കോൾബർഗ് എന്ത് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് നോക്കാം. ദ റിയാക്ഷൻസ് ഓഫ് അതേഴ്സ് ആർ സംഹൗ ദ ബേസിസ് ഓഫ് ദ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ. റിയാക്ഷൻസ് ഓഫ് അതേഴ്സ്, റിയാക്ഷൻസ് ഓഫ് അതേഴ്സ്. ഇവിടെ എന്താണ് റിയാക്ഷൻസ് ഓഫ് അതേഴ്സ്? ഇവിടെ തലോടൽ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, അവിടെ മധുരം മുട്ടായിയും അടിയുമാണെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റുള്ളവരുടെ റിയാക്ഷൻസ് ആണ്, അവരുടെ അക്സെപ്റ്റൻസ് ആണ് അവിടെ പ്രധാനമായിട്ടും എന്ത് ഒരുത്തൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ് മറ്റുള്ള അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കുക, ഡിസപ്രൂവൽ ഒഴിവാക്കുക, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കുക, ഗുഡ് ബോയ് അല്ലെങ്കിൽ നൈസ് ഗേൾ ഓറിയന്റേഷൻ അല്ലേ? നോക്കുക മറ്റുള്ളവരുടെ റിയാക്ഷൻ ശ്രദ്ധിക്കുക. റിയാക്ഷൻ, ദ റിയാക്ഷൻ ഓഫ് അതേഴ്സ് ആർ സംഹൗ ദ ബേസിസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ. മറ്റുള്ളവരുടെ റിയാക്ഷൻ ആണ് പലപ്പോഴും ഈ ലെവലിലുള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള അവൻ തീരുമാനം എടുക്കുന്നത്, തീരുമാനം എടുക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേടാ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ച വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, അവന് തല്ല് കിട്ടുമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ അവന് മിഠായി കിട്ടുമെന്ന് വിചാരിച്ചു അവൻ തീരുമാനം എടുക്കുന്നു. മൂന്നാമത്തേതിൽ അവൻ അവനെ കൊണ്ട് നല്ല കുട്ടി എന്ന് പറയിക്കാൻ വേണ്ടി അവൻ തീരുമാനം എടുക്കുന്നു അല്ലേ? അടുത്തെന്താണ് നാലാമത്തെ ലെവല്, മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ദ സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി ടു റൂൾസ് ഇൻ ദ സൊസൈറ്റി അല്ലെ? സൊസൈറ്റിയുടെ റൂൾസിന് കൺഫോമിറ്റി കൊടുക്കുക, സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി ടു സൊസൈറ്റി റൂൾസ്, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ദിസ് ഈസ് കൺസേൺഡ് വിത്ത് ലീഗലിസ്റ്റിക് ഓറിയന്റേഷൻ. മറ്റിടത്ത് ഗുഡ് ബോയ് ബാഡ് ബോയ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലീഗലിസ്റ്റിക് ഓറിയന്റേഷൻ ഈസ് ആൾവേസ് കൺസേൺഡ് വിത്ത് ഫോർത്ത് സ്റ്റേജ്. കണ്ടോ ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. ഫോർത്ത് സ്റ്റേജ് എന്താ? ലീഗലിസ്റ്റിക് ഓറിയന്റേഷൻ. നിയമം പാലിക്കുക എന്നുള്ളതാണ്. നോക്കാം. This is characterized by obedience to the law, responding to the obligations of duty and respects those in authority അല്ലേ? This is characterized by obedience to the law അല്ലെ? ഇതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ക്യാരക്ടേഴ്സ്? ഈ നാലാം സ്റ്റേജിൽ ഒബീഡിയൻസ് ഉള്ള അവൻ നിയമത്തെ അവൻ അനുസരിക്കും അല്ലെ? റെസ്പോണ്ടിങ് ടു ദ ഒബ്ലിഗേഷൻസ് ഓഫ് ഡ്യൂട്ടി, അവന്റെ കടമകൾ അവൻ നിർവഹിക്കും അല്ലെ? ഒബ്ലിഗേഷൻ, ഒബ്ലൈഗഡ്, കടമ അല്ലെ? നോക്കാം. ആൻഡ് റെസ്പെക്ട് ദോസ് ഇൻ അതോറിറ്റി, അച്ഛനെയും അമ്മയെയും അതുപോലെ ടീച്ചേഴ്സിനെയൊക്കെ അവൻ റെസ്പെക്ട് ചെയ്യും. ലീഗലിസ്റ്റിക് ഓറിയന്റേഷൻ നാലാമത്തെ സ്റ്റെപ്പ്. നോക്കാം നാലാമത്തെ സ്റ്റേജ്. ദിസ് സ്റ്റേജ് എംഫസൈസ് ദ അപ്ഹോൾഡിംഗ് ഓഫ് ദി ലോ, ഓർഡർ, ഡൂയിങ് വൺസ് ഡ്യൂട്ടി ആൻഡ് ഒബേയിങ് സോഷ്യൽ നോംസ്. നോക്ക ഇവിടെ എന്താണ്, എന്തൊക്കെ ഉയർത്തിപ്പിടിക്കും? ലോ, നിയമത്തെ ഉയർത്തിപ്പിടിക്കും, ഓർഡറിനെ ഉയർത്തിപ്പിടിക്കും അല്ലേ? എന്താണ് അവന്റെ ഡ്യൂട്ടി അല്ലെ? ഡ്യൂട്ടി, സോഷ്യൽ നോംസ്, ഇതിനെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്റ്റേജാണ്. മോസ്റ്റ് ആക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി റിമെയിൻ അറ്റ് ദിസ് സ്റ്റേജ് 4 വെയർ മൊറാലിറ്റി ഈസ് സ്റ്റിൽ പ്രിഡോമിനന്റ്ലി ഡിക്റ്റേറ്റഡ് ബൈ ആൻ ഔട്ട്സൈഡ് ഫോഴ്സ്. നോക്കുക ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു കോൾബർഗ് എന്ത് പറയുന്നു? സാധാരണ സൊസൈറ്റിയുള്ള ആൾക്കാർ ഏകദേശം ഈ നാലാമത്തെ കൺവെൻഷൻ ലെവലിലുള്ള മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ വരെ ഉയരാറുള്ളൂ. മനസ്സിലായോ? ആ ഒരു മോറൽ ഡെവലപ്മെന്റ് അതുവരെ ഉയരാറുള്ളൂ. അവിടെയും എന്താണ്, പ്രിഡോമിനന്റ്ലി ഡിക്റ്റേറ്റഡ് ബൈ ആൻ ഔട്ട്സൈഡ് ഫോഴ്സ്. ഇവിടെയും മൊറാലിറ്റി പുറത്തു നിന്ന് ഒരാൾ കൊടുക്കുന്നതാണ്. മനസ്സിലാക്കുക മക്കളെ, പുറത്തു നിന്ന് ഒരാൾ കൊടുക്കുന്ന ലോ അവൻ അനുസരിക്കുന്നു. ലീഗലിസ്റ്റിക് ഓറിയന്റേഷൻ നാലാമത്തെ സ്റ്റേജ്. മനസ്സിലാക്കി വെക്കുക. എന്താ വ്യത്യാസം? 5ഉം 6ഉം വരുമ്പോഴത്തേക്കും അവൻ നിയമത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. 5ഉം 6ഉം വരുമ്പോഴത്തേക്കും നിയമത്തെ ചോദ്യം ചെയ്യുക. ഒരുത്തിന് നല്ലതല്ലാത്ത നിയമങ്ങൾ തച്ചുടയ്ക്കപ്പെടണമെന്ന് പറയുന്ന അവര് മാത്രമേ എന്തിലോട്ട്? പോസ്റ്റ് കൺവെൻഷൻ ലെവലിലേക്ക് എത്തുന്നുള്ളൂ. ഇവിടെ 10 മുതൽ 13 വയസ്സ് വരെ എഴുതിയാൽ 14 വയസ്സ് കഴിഞ്ഞാൽ അവൻ എല്ലാവരും പോസ്റ്റ് കൺവെൻഷനിൽ എത്തിയെന്നല്ല എൻ്റെ അർത്ഥം. ചിലരെവിടെ ഈ കൺവെൻഷൻ ലെവൽ വരെ മാത്രമേ സാധാരണ സൊസൈറ്റിയുള്ള ആൾക്കാർ ഉയരുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നവോത്ഥാനത്തിനൊക്കെ പുതിയ ഓരോ നേതാക്കന്മാരുണ്ടായി വന്നല്ലേ? നവോത്ഥാനത്തിന്, സ്വാതന്ത്ര്യ സമരത്തിന്, അതുപോലെ പല കാര്യങ്ങൾക്കും. നമ്മുടെ ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ടായിരുന്നതാ? എത്ര പേർക്കാണ് ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന് ചിന്തിക്കാൻ പറ്റിയത്? എത്ര പേരുടെ അടിമകളായിട്ട് ജീവിച്ചു? എത്ര പേർ ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ രോമത്തിൽ പോലും ടച്ച് ചെയ്യാതെ എത്ര പേര് ജീവിച്ചു? കോടിക്കണക്കിന് ആൾക്കാരോട് ജീവിച്ചു പോകുന്നില്ലേ? അവരെല്ലാവരും ഒരു ദിവസം പോസ്റ്റ് കൺവെൻഷൻ ലെവൽ ഓഫ് മൊറാലിറ്റി വന്നിട്ട് അവർ സമരമുഖത്തേക്ക് ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ എന്നേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയേനെ അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും എന്തിൽ വന്നിട്ടില്ല, പോസ്റ്റ് കൺവെൻഷൻ ലെവലിലേക്ക് ഉയരുന്നില്ല എന്ന് കോൾബർഗ് വാദിക്കുന്നു. പോസ്റ്റ് കൺവെൻഷൻ ലെവലിലേക്ക് ഉയർന്നാൽ മാത്രമേ അത്തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവർക്ക് കഴിയത്തുള്ളൂ. നോക്കാം. മോസ്റ്റ് ആക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി റിമെയിൻ അറ്റ് ദിസ് സ്റ്റേജ് 4 വെയർ മൊറാലിറ്റി ഈസ് സ്റ്റിൽ പ്രിഡോമിനന്റ്ലി ഡിക്റ്റേറ്റഡ് ബൈ ആൻ ഔട്ട്സൈഡ് ഫോഴ്സ് നിശ്ചയിക്കുന്ന മൊറാലിറ്റി ആയിരിക്കും കൂടുതൽ ആൾക്കാരുടെയും മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ
നമ്മുടെ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സിനിമകളുടെ എല്ലാം വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതായത് എല്ലാ സിനിമയല്ല, മോസ്റ്റ് ഓഫ് ദ ഫിലിംസ് ലൈക്ക് ഇന്ത്യൻ ഫിലിം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അന്യൻ ഫിലിം അല്ലേ, അതുപോലെ നമുക്ക് ഒരു പോസ്റ്റ് കൺവെൻഷൻ ലെവലിൽ നിലവിലുള്ള നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് ശേഷിയില്ല. പക്ഷെ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ഒരാളിനെ, ഒരു സമൂഹത്തിനെ, ഒരു പ്രതിഭാസത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള സിനിമകൾ എപ്പോഴും ആഘോഷിക്കപ്പെടുന്നതും നമ്മൾ ആ സിനിമകളെ ഒക്കെ ആസ്വദിക്കുന്നതും. എങ്ങനെ ഒരു കൺവെൻഷൻ ലെവലിൽ നിൽക്കുന്ന സാധാരണ പൗരൻ അവൻ്റെ മാനസികമായിട്ടെങ്കിൽ ഒരു നിമിഷം ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അവൻ മാറും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, എന്താണ് കൺവെൻഷൻ ലെവലിലെ നാലാമത്തെ സ്റ്റേജ് എന്താണ്? മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ അല്ലേ, അല്ലെങ്കിൽ ദ സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി ടു റൂൾസ് ആൻഡ് സൊസൈറ്റിയിലുള്ള നിയമങ്ങളെ അനുസരിക്കുന്ന ഒരു സ്റ്റേജ് ഓഫ് മൊറാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് ഇസ് കൺസേൺഡ് വിത്ത് ലീഗലിസ്റ്റിക് ഓറിയന്റേഷൻ. അവൻ നിയമങ്ങളെല്ലാം അനുസരിക്കാൻ തയ്യാറാകും അല്ലെ. ഈ ലെവലിന്റെ പ്രത്യേകത ഒബീഡിയൻസ് ലോ അല്ലെ, ലോയ്ക്ക് അവൻ ഒബീഡിയന്റ് ആയിരിക്കും, അവൻ അനുസരണുള്ളവനായിരിക്കും, ആൻഡ് റെസ്പോണ്ടിങ് ടു ഒബ്ലിഗേഷൻസ് ഓഫ് ഡ്യൂട്ടി, അവന്റെ കടമകൾ അവൻ നിർവഹിക്കും അല്ലെ. എന്താണ് അവന്റെ അതോറിറ്റികളെ അവൻ റെസ്പെക്ട് ചെയ്യും. ഇവിടെയുള്ള സാധാരണക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കാണാൻ പറ്റുന്നത്. സാധാരണ അവൻ നിയമം അനുസരിക്കും അല്ലെ, സാധാരണക്കാർ അങ്ങനെയല്ലേ, നിയമം അനുസരിക്കും, അവന്റെ കടമകൾ അവൻ നിർവഹിക്കും, അതുപോലെ എന്താണ് അതോറിറ്റിയുള്ള ആൾക്കാരെ അവൻ ബഹുമാനിക്കും. ഈ കാര്യങ്ങളാണ് അവൻ സാധാരണക്കാർ ചെയ്തു വരുന്നത്. ഇതിനപ്പുറത്തേക്ക് പോകുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നോക്കാം. ദിസ് സ്റ്റേജ് എംഫസൈസ് അപ്ഹോൾഡിംഗ് ദ ലോ, ഓർഡർ, ഡൂയിങ് ഓൺസ് ഡ്യൂട്ടി ആൻഡ് ഒബേയിങ് സോഷ്യൽ നോംസ്. സാധാരണ ആക്റ്റീവ് മെമ്പേഴ്സ് എല്ലാം എന്താണ് ഈ സ്റ്റേജിലാണ് കൂടുതൽ ആൾക്കാർ നിന്ന് പോകുന്നത് അല്ലേ. അവിടെയും എന്താണ് മൊറാലിറ്റി ഈസ് പ്രിഡോമിനന്റ്ലി ഡിറ്റക്റ്റഡ് ബൈ ആൻ ഔട്ട്സൈഡ് ഫോഴ്സ്. ഇൻസൈഡ് ഫോഴ്സ് അല്ല, പുറമേ എന്ന് പറയപ്പെടുന്ന മൊറാലിറ്റിയാണ് അവിടെയും അനുസരിക്കപ്പെടുന്നത്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മാറുമറയ്ക്കൽ സമരം എന്ന് പറയത്തില്ലേ, മാറുമറയ്ക്കൽ സമരം. എന്തുകൊണ്ടാണ് മാറുമറയ്ക്കൽ സമരം നടക്കുന്ന സമയത്ത് മാറുമറയ്ക്കുക അതിനുള്ള അവകാശം നമുക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വിശ്വസിച്ച ഒരു വലിയ കൂട്ടം ആൾക്കാരാണ് ഈ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത് അല്ലേ, ശരിയല്ലേ. അപ്പോൾ അത് അങ്ങനെ അല്ല എന്നും ഒരു ഇൻഡിവിജ്വൽ ഇതിന് പുറത്താണ്, അല്ലെങ്കിൽ ഈ ഒരു നിയമം കൊണ്ട് മനുഷ്യന് യാതൊരു പ്രയോജനമില്ലെന്നും അതുകൊണ്ട് ദോഷങ്ങളുണ്ടെന്നും ചിന്തിക്കാൻ കഴിയുന്ന ഒരു കുറച്ച് ആൾക്കാർ വന്നിട്ട് ആ ആശയങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞപ്പോഴത്തേക്ക് മാത്രമാണ് അവർക്ക് ആ മൊറാലിറ്റിയിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയത്. ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ നമുക്ക് അത് പഠിക്കാം. അത് പോസ്റ്റ് കൺവെൻഷൻ ലെവലിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം മോറൽ റീസണിങ്. ഈ സ്റ്റേജിലുള്ള മോറൽ റീസണിങ് എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ? ദാറ്റ് ഗോസ് ബിയോണ്ട് ദ നീഡ് ഓഫ് ഇൻഡിവിജ്വൽ അപ്രൂവൽ ദാറ്റ് ക്യാരക്ടറൈസ് ദ സ്റ്റേജ് 3 അല്ലേ. സ്റ്റേജ് 3 ഇൻഡിവിജ്വൽ അപ്രൂവലിന് വേണ്ടിയാണ് നമ്മൾ നിന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുന്നു. ഇൻ സ്റ്റേജ് 4 ചിൽഡ്രൻ ബ്ലൈൻഡ്ലി ഒബേ ദ ലോ ബിക്കോസ് ഓഫ് ദെയർ ഇമ്പോർട്ടൻസ് ടു മെയിൻറ്റെയിൻ എ വെൽ ഫങ്ഷനിങ് സൊസൈറ്റി. അവർ കണ്ണും പൂട്ടി കുട്ടികൾ മാത്രമല്ല വലിയവരാണെങ്കിൽ കണ്ണും പൂട്ടി നിയമത്തെ അനുസരിക്കും. ഇത് ചെയ്യാൻ പാടില്ല തന്നെ അല്ലേ, ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ മാത്രം ഇത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കും. അവരെ കുറിച്ച് നമുക്ക് അടുത്ത സ്റ്റേജിൽ പഠിക്കാം. നോക്കാം. ഈ നാലാമത്തെ സ്റ്റേജിൽ കുട്ടികൾ ഒരു വെൽ ഫങ്ഷനിങ് സൊസൈറ്റി ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണും പൂട്ടി നിയമത്തിനെ അനുസരിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നോക്കാം പോസ്റ്റ് കൺവെൻഷണൽ മൂന്നാമത്തെ ലെവൽ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ പഠിക്കാൻ പോകുന്നു. ആഫ്റ്റർ 13 വയസ്സ്, ചിലർ 14 വയസ്സ് എന്ന് പറയുന്നു. എന്തായാലും എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അല്ലെ, ഈ വ്യവസ്ഥിതികളോട് നമുക്ക് എതിർപ്പുണ്ടെന്ന് ആ കുട്ടി പറഞ്ഞില്ലേ, ആ മറ്റേ സിനിമയിലെ കുട്ടി പറഞ്ഞു വ്യവസ്ഥിതികളൊക്കെ മാറണം. നമ്മൾ ചിന്തിക്കുന്ന തലമുറയാണ്. നമ്മൾ ഈ പറഞ്ഞ ഹുമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളും അക്ബറിന്റെ ഭരണപരിഷ്കാരം പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് നേട്ടം, ഐക്യു വളക്കട്ടെ എന്നൊക്കെ പറയുന്ന നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? കുറെ ആൾക്കാർ 14 ക്ലാസ്സിലൊക്കെ 14 വയസ്സ് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാവരും ആ പ്രായത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ അല്ലേ, കുറെ പേര് നിങ്ങൾക്ക് ഉറപ്പായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോഴും പലപ്പോഴും പല നിയമത്തിന്റെ കാതൽ എന്തെന്നും അല്ലെ, എന്തുകൊണ്ട് ഇത് ഇവിടെ എങ്ങനെയെന്നും എന്തുകൊണ്ട് മാറ്റം വന്നുകൂടാ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ നിങ്ങൾ പലരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നോക്കാം പോസ്റ്റ് കൺവെൻഷൻ ലെവൽ ആഫ്റ്റർ 13 ഇയേഴ്സ് അല്ലെ. നോക്കാം വയസ്സൊന്നും നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കേണ്ട. which is focused on the common good and universal moral principles, the most challenging level. അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ചലഞ്ചിങ് ലെവൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? പോസ്റ്റ് കൺവെൻഷണൽ ലെവലാണ്. ഇവിടെ എന്താണ്? കോമൺ ഗുഡ്, എല്ലാവർക്കും നന്മ വരണം. അതുപോലെ യൂണിവേഴ്സൽ മോറൽ പ്രിൻസിപ്പിൾസ്. നമുക്ക് യൂണിവേഴ്സൽ എന്ന് പറയുമ്പോഴത്തേക്കും യൂണിവേഴ്സലി ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും മനുഷ്യന് മാത്രമല്ല പ്രാധാന്യം, മൃഗങ്ങൾക്കും ഓരോ ജീവിക്കും പ്രാധാന്യം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ യൂണിവേഴ്സൽ മോറൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കാൻ പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു കോൾബർഗ്, പേഴ്സൺസ് അറ്റ് ദിസ് ലെവൽ മേക്ക് ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ ഇംപാർഷ്യൽ യൂണിവേഴ്സൽ മോറൽ പ്രിൻസിപ്പിൾസ് ഈവൻ വെൻ ദീസ് ജഡ്ജ്മെന്റ്സ് മേ കോൺഫ്ലിക്ട് വിത്ത് സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സ്. കോൾബർഗിന്റെ അഭിപ്രായത്തിൽ ഈ ലെവലിലെത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദേ മേക്ക് ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ ഇംപാർഷ്യൽ യൂണിവേഴ്സൽ മോറൽ പ്രിൻസിപ്പിൾസ്.
ഇവൻ എന്തു പറയും? കണ്ണും പൂട്ടി പറയും. എന്ത് പറയും? ഹെയ്ൻസേ പോയി മോഷ്ടിച്ചോടാ. പക്ഷെ അത് മോഷണം എപ്പോഴും ശരിയല്ല എന്ന് ഇവൻ പറയും. അറ്റ് ദ സെയിം ടൈം ഇവൻ പറയും പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ജീവനും ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയും, അല്ലേ? അവൻ പറയും. അതിനുശേഷം അവൻ്റെ മോഷ്ടിച്ചോളാൻ പറയും ഹെയ്ൻസിൻ്റെ അടുത്ത്. കാരണം അവന് വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു എന്താ മോറൽ പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവൻ അങ്ങനെയായിരിക്കും ഉത്തരം പറയാൻ സാധ്യതയുള്ളൂ. നോക്കാം. പോസ്റ്റ് കൺവെൻഷൻ ലെവൽ അക്കോർഡിംഗ് ടു കോൾബർഗ്, പേഴ്സൺസ് അറ്റ് ദിസ് ലെവൽ എന്താണ്? ദേ മേക്ക് ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ ഇംപാർഷ്യൽ യൂണിവേഴ്സൽ മോറൽ പ്രിൻസിപ്പിൾസ്. അവിടെ ഞാനോ നീയോ അല്ല, അതിന് മുകളിലുള്ള ഒരു നന്മ, അല്ലേ? എന്താണ്? കോമൺ ഗുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് രണ്ട് ലെവലുണ്ട്, രണ്ട് സ്റ്റേജ് ഉണ്ട്. പറഞ്ഞുതരാം കേട്ടോ. നോക്കാം. എന്താണ് പക്ഷേ ഇതെന്താണ് ഈ ഒരു തീരുമാനത്തിലേക്ക് അവൻ എത്തുമ്പോഴത്തേക്കും സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സും നോംസും ആയിട്ട് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. ദീസ് ജഡ്ജ്മെന്റ്സ് മേ കോൺഫ്ലിക്റ്റ് വിത്ത് സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സ്, അല്ലേ? മോഷണം ഒരു തെറ്റ് തന്നെയാണ്. അമ്മയെ കൊന്നാലും രണ്ട് പക്ഷം ഉണ്ടാകുന്ന ആൾക്കാർ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ലെവലിലേക്ക് വരാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഓക്കെ, നോക്കാം. ഇൻ ദിസ് ലെവൽ ദ ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് മൊറാലിറ്റി ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് അബ്സ്ട്രാക്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ്. നോക്ക്, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് മൊറാലിറ്റി, അവന്റെ സെൻസ് ഓഫ് മൊറാലിറ്റി എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇൻ ടേംസ് ഓഫ് അബ്സ്ട്രാക്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ്. അബ്സ്ട്രാക്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ശരിയല്ല. എന്തുകൊണ്ട്? അത് ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന ശരിയല്ല. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത, അത് ഒരു നിയമത്തിന് ചട്ടക്കൂടിൽ ഒതുക്കാൻ പറ്റാത്ത ശരിയും തെറ്റും അവനുണ്ടായിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? എഴുതി വയ്ക്കാൻ പറ്റാത്ത, ദേ വിൽ ബി അബ്സ്ട്രാക്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ്, അല്ലേ? അവർക്ക് തോന്നും, അണ്ട് നിങ്ങൾക്കോ തോന്നും, അവർക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും, ഇന്ന കാരണം കൊണ്ടാണ് എന്ന്, അല്ലേ? അപ്പോൾ ഈ അബ്സ്ട്രാക്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം വെല്ലുവിളിക്കുന്ന സിനിമകളെ നേരത്തെ പറഞ്ഞു തന്നില്ലേ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നോക്കാം. Individuals now believe that some laws are unjust. അത് ജസ്റ്റിസ് നിർവഹിക്കുന്നതല്ല. ആൻഡ് ദേ മസ്റ്റ് ബി റിപ്പൽഡ് ഇഫ് നോട്ട് എലിമിനേറ്റഡ്. മാറ്റുവിൻ ചട്ടങ്ങളെ, അതല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന് പറഞ്ഞ നമ്മുടെ കുമാരനാശാനൊക്കെ ചിന്തിച്ചത് പോസ്റ്റ് കൺവെൻഷൻ ലെവലിലാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് ചില നിയമങ്ങൾ എന്താണ് നീതിപൂർവമല്ല, അതുകൊണ്ട് തന്നെ അവയെ ഒഴിവാക്കണം, അല്ലെങ്കിൽ എന്താണ് നമ്മളത് ലംഘിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതെന്താണ് കാലക്രമേണ മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിലെല്ലാം ചിന്തിക്കാൻ പറ്റുന്ന ആർക്കാണ്? പോസ്റ്റ് കൺവെൻഷൻ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ്. നോക്കാം. അക്കോർഡിംഗ് ടു കോൾബർഗ്, പോസ്റ്റ് കൺവെൻഷൻ ലെവൽ ആർ ആൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ എ ഗ്രോയിങ് റിയലൈസേഷൻ, അല്ലെ? ഒരു ഗ്രോയിങ്, വളരുന്ന റിയലൈസേഷൻ ദാറ്റ് എന്താ? ഇൻഡിവിജ്വൽസ് ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ഫ്രം സൊസൈറ്റി. സൊസൈറ്റിക്ക് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? സൊസൈറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ദേ മേ ഡിസൊബൈ റൂൾസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദെയർ ഓൺ പ്രിൻസിപ്പിൾസ്. അവരുടെ ഓൺ പ്രിൻസിപ്പിൾസ്, ആ ഒരു വ്യക്തിയുടെ പ്രിൻസിപ്പിൾസിന് എതിരായിട്ട് വരുന്ന നിയമങ്ങളെ ഒരു പക്ഷേ അയാൾ ഡിസൊബേ ചെയ്തേക്കാം. ഉദാഹരണത്തിന് ഒരു ദിവസം എന്താണ് നമ്മുടെ ട്രാഫിക് റൂൾസ് ഒരാൾ ലംഘിക്കുന്നു. ട്രാഫിക് റൂൾസ് ലംഘിച്ചതിൻ്റെ ഭാഗമായിട്ട് അയാളെ കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്കും കോടതിയിലേക്ക് അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സെഷൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ഇംഗ്ലണ്ടിലാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അത് സെർച്ച്, എൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ട്രാഫിക് റൂൾ തെറ്റിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. അയാളെ പ്രായമുള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിനടുത്ത് ചോദിക്കുകയാണ് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ രക്ഷിക്കാൻ അങ്ങനെ എന്തോ കാര്യത്തിന് പോവുകയായിരുന്നു. അപ്പം ശരിക്കും നിയമത്തിൻ്റെ കണ്ണിൽ എന്താണ്, അയാൾ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അൺജസ്റ്റ് ആണ്, അത് ജസ്റ്റിസ് നിർവഹിക്കപ്പെടുന്നതല്ല, അല്ലേ? നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് സൊസൈറ്റിക്ക് ഒരുമിച്ചാണ്. പക്ഷേ അവിടെ ആ ഒരു സിറ്റുവേഷനിൽ ഈ ജഡ്ജി അദ്ദേഹത്തിന് വെറുതെ വിടുകയാണ്. ഇതുപോലെ കുറേ സിറ്റുവേഷൻസ്, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസിൽ നിയമം ഒഴിവാക്കി വെറുതെ വിടുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോ ഉണ്ട്. വളരെ അപ്പൂപ്പനായിട്ടുള്ള ഒരു ജഡ്ജി ഇരുന്ന് അതൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാം. നിങ്ങളിപ്പോൾ സമയം പോണ്ട, പഠിക്കാനുള്ള സമയമാണ് കേട്ടോ, അതിൻ്റെ പുറകെ പോണ്ട. ഓക്കെ. അപ്പോൾ ദേ മേ ഡിസൊബേ റൂൾസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദെയർ ഓൺ പ്രിൻസിപ്പിൾസ്. അവരുടെ ഓൺ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെടുത്തി, അവരുടെ ആ ഒരു സിറ്റുവേഷനായിട്ട് ബന്ധപ്പെടുത്തി ഇൻകൺസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ദേ മേ ഡിസൊബേ എന്ന്, അവയെ വേണമെന്നുണ്ടെങ്കിൽ അവയെ ഒബേ ചെയ്യാതിരിക്കാം എന്നും ഇവർ വാദിക്കുന്നു. നോക്കാം. പോസ്റ്റ് കൺവെൻഷണൽ ഇൻഡിവിജ്വൽസ് ലിവ് ബൈ ദെയർ ഓൺ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ബേസിക്
ഹ്യൂമൻ റൈറ്റ്സ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് ജസ്റ്റിസ്. നിങ്ങൾ നമ്മുടെ മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻ്റർവ്യൂ കണ്ടു കാണുന്ന ഒരു പക്ഷേ മൈത്രേയൻ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ പൊതുസമൂഹത്തിന് ദഹിക്കത്തില്ല. അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് കൺവെൻഷൻ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ദഹിക്കത്തില്ല. അത് ദഹിക്കണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് തിങ്ക് പോസ്റ്റ് കൺവെൻഷനലി. അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ പറയുന്ന നിയമങ്ങളെല്ലാം രാജാവിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളെന്നാണ്. അത് ശരിയാണ്, ഓഫ് കോഴ്സ് ശരിയാണ്. കാര്യം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? എന്താ പഠിപ്പിക്കുന്നത്? നല്ല ഡോക്ടർമാരുണ്ടാക്കുക, നല്ല എഞ്ചിനീയർമാർ ഉണ്ടാക്കുക, നല്ല വർക്കേഴ്സിനെ ഉണ്ടാക്കുക, അല്ലേ? ആർക്ക് വേണ്ടി ഇത് എല്ലാം വി ആർ ബിൽഡിങ് എ വർക്ക് ഫോഴ്സ്. അപ്പോൾ ഈ വർക്ക് ഫോഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തെ മാറ്റിമറിക്കാൻ, എന്ത് ലോകത്തെ മാറ്റിമറിക്കാൻ? രാജ്യത്തെ മാറ്റിമറിക്കാൻ, രാജ്യത്തെ പുരോഗതിയിലേക്ക്. ശരിയാണ്, നമ്മൾ ജോലി ചെയ്താൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകും. ഏത് വഴി? സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ബേസിക്കലി ആർക്കുണ്ടാകും? രാജാവിനുണ്ടാകും. ദ കിങ്, അല്ലേ? കിങ് ഉണ്ടാക്കിയ സിസ്റ്റമാണിത്. ഞായറാഴ്ച നിങ്ങൾക്ക് അവധി തരുന്നതും കിങ് ഉണ്ടാക്കിയ സിസ്റ്റമാണ്. അല്ലാതെ ഞായറാഴ്ച കൊണ്ട് വർക്ക് ചെയ്താൽ കിങ്ങിന് ലാഭമുണ്ട്. പക്ഷേ 7 ദിവസം ഇവ ഒരുമിച്ച് വർക്ക് ചെയ്ത് അവനെ കൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് രാജാവിന് ബോധ്യമുള്ളത് കൊണ്ടാണ് 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം അവധി തരുന്നത്. കേട്ടോ? അപ്പോൾ ഇതെല്ലാം കിങ്സ് ഉണ്ടാക്കിയ, പണ്ടത്തെ രാജാക്കന്മാർ ഉണ്ടാക്കിയ സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മൾ ആരെ സെർവ് ചെയ്യുന്നത്? നമ്മൾ ഈ ജോലിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ബിസിനസ്സുകാരെ സെർവ് ചെയ്യുന്നു, അല്ലേ? ദേ ആർ പ്രൊവൈഡിങ് ജോബ് ഓപ്പർച്യൂണിറ്റി ഫോർ അസ്. ലൈക്ക് വി ആർ ഡൂയിങ് വർക്ക് എന്ന് ആർക്ക് വേണ്ടിയിട്ട്? അവർക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു. നമുക്ക് വേണ്ടി കൂടെ ജോലി ചെയ്യുന്നു. നമുക്ക് വേണ്ടി 1 മണിക്കൂർ, ഒരു ദിവസം 8 മണിക്കൂർ, 6 മണിക്കൂർ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. 2 മണിക്കൂർ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ആർക്ക്? മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഇതാണ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലൊരു പോസ്റ്റ് കൺവെൻഷൻ ലെവൽ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ മൈത്രേയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇൻ്റർവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പല മേഖലകളിലും. ചില കാര്യങ്ങളിൽ നമുക്ക് എതിർപ്പുണ്ടാകും, ചില കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് എന്തുണ്ടായിരിക്കും, നമ്മൾ അദ്ദേഹത്തിനോട് സമരസപ്പെടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ they live by their own ethical principles. അവർക്ക് എന്തുണ്ടായിരിക്കും? അവർക്ക് അവരുടെ സ്വന്തം എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. അവരുടെ മകളെ പേര് വിളിക്കാനാണ് ശീലിപ്പിച്ചത്. അച്ഛ എന്ന് വിളിപ്പിച്ചിട്ടില്ല അദ്ദേഹം. കാര്യം എന്ന് പറഞ്ഞാൽ പേര് വിളിക്കാം. മൈത്രേയൻ എന്നാണ് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള കനി എന്ന് പറഞ്ഞ കുട്ടി വിളിക്കുന്നത്. അത് കനി എന്നാണ് കുട്ടിയെ പേരിട്ടാണ്. കനി കുസൃതിയാണ് അദ്ദേഹത്തിന്റെ. നിങ്ങൾ അറിയാതിരിക്കും, സിനിമാടിയാണ്. കേട്ടോ? നോക്കാം. അപ്പൊ അവരുടേതായിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസിലാണ് ജീവിക്കുന്നത്, അല്ലെ? നോക്കാം. ദേ ഇൻക്ലൂഡ് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്. അതിൽ എന്തൊക്കെയാണ് പ്രാധാന്യം? ബേസിക് ഹ്യൂമൻ റൈറ്റ്സിന്, അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യാവകാശത്തിന് പ്രാധാന്യം കൊടുക്കുക. റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശത്തിന് പ്രാധാന്യം കൊടുക്കുക. ലിബർട്ടി അല്ലേ, സ്വാതന്ത്ര്യം അല്ലെ, ജസ്റ്റിസ്, നീതി, ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് പോസ്റ്റ് കൺവെൻഷണൽ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും ഒരു തരത്തിൽ ഈ ഒരു ലെവലിലൊക്കെ ചിന്തിക്കും. ആ ഒരു പ്രായത്തിൽ പിന്നേക്ക് കുറേ കാലം കഴിയുമ്പോഴേ ചിന്തിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നടക്കും എന്നുള്ളതാണ്. Okay, Kohlberg also notes that post-conventional individuals view rules as useful but are always changeable. അവരെ സംബന്ധിച്ച് വ്യൂസ്, റൂൾസ്, ലോസ് എല്ലാം യൂസ്ഫുൾ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സമൂഹത്തിന് നിലനിൽപ്പുണ്ട്. പക്ഷേ എന്താണ്? they should be changeable in accordance, അല്ലെ? ഓരോ സാഹചര്യത്തിനനുസരിച്ചും ലോസ് ചേഞ്ച് ചെയ്യപ്പെടണം എന്ന് വാദിക്കുന്ന ആൾക്കാരാണ് പോസ്റ്റ് കൺവെൻഷണൽ ഇൻഡിവിജ്വൽസ്. നോക്കാം. ലോസ് ആൻഡ് റൂൾസ് വിൽ ഓൺലി ബി കൺസിഡർഡ് ആസ് സിഗ്നിഫിക്കന്റ് മെക്കാനിസം ഫോർ മെയിൻറ്റെയിനിങ് ഹാർമണി ആൻഡ് ഓർഡർ ഇൻ സൊസൈറ്റി. അവർ ലോസിനെയും റൂൾസിനെയും ഒരു സൊസൈറ്റിയിൽ ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ടൂൾസ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, എപ്പോഴാണോ ഒരു റൂൾ മൂലം അല്ലെങ്കിൽ ലോ മൂലം സൊസൈറ്റിയുടെ ഹാർമണി തടസ്സപ്പെടുന്നത്, ആ സമയം ആ നിയമത്തിനെ നീക്കം ചെയ്യണമെന്നോ അതിനെ മോഡിഫൈ ചെയ്യണമെന്നോ വാദിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ പോസ്റ്റ് കൺവെൻഷണൽ ഇൻഡിവിജ്വൽസ്. കുമാരനാശാനും അതുപോലെ എല്ലാ ആൾക്കാരും, ശ്രീനാരായണ ഗുരുവും, അല്ലേ, എല്ലാവരും അത്തരത്തിൽ പ്രവർത്തിച്ചു വന്ന ആൾക്കാരാണ്. ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ട്. അന്നക്കാലത്ത് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് സമൂഹത്തിൽ ചേഞ്ച് ഉണ്ടാകണമെന്ന് വാദിക്കുന്ന പലരെയും നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്, അല്ലേ? ഒരുപാട് പേര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫേസ്ബുക്കിൽ കേട്ട് കൊല വിളിക്കുന്നുണ്ട്. അതേസമയം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോഴും ശ്രീനാരായണ ഗുരു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈശ്വരനൊന്നുമല്ല പോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തുകൊണ്ടാണ് ആരാധ്യ പുരുഷനാകുന്നത് അല്ലെങ്കിൽ നവോത്ഥാന നായകനാകുന്നേ? ആലോചിച്ച് നോക്ക്. അന്ന് ആരെങ്കിലും ഇദ്ദേഹത്തെ നവോത്ഥാന നായകനായിട്ട് വാഴ്ത്തിയിട്ടുണ്ടോ? ഇല്ല. ഓടിച്ചിട്ടേ ഉള്ളൂ. ഓടിച്ച് വിട്ടിട്ടേ ഉള്ളൂ. ഇതേപോലുള്ള ആൾക്കാരെയൊക്കെ അവർ ഓടിച്ച് വിട്ടിട്ടേ ഉള്ളൂ. ഇവൻ ശിവനെ പ്രതിഷ്ഠിച്ചു, അല്ലെ, ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. അവനെ ഓടിക്ക്. മുതലാളിമാർ മാത്രമല്ല, നാട്ടുകാർ ഓടിച്ചിട്ടുണ്ടെന്നേ. കാര്യം എന്താ? all of them, most people in the society were in the conventional level of morality. അവർ ആ കൺവെൻഷൻസിനെ മാനിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് പോസ്റ്റ് കൺവെൻഷണൽ ചിന്തിക്കാനോ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഇത് ചെയ്ത ആൾക്കാർ ഇന്ന് മഹാന്മാരായി എന്നുള്ളതാണ്. ഇന്ന് ചെയ്യുന്ന ആൾക്കാർ നാളെ മഹാന്മാരാകുമായിരിക്കും, അല്ലേ?
ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. ലോസ് ആൻഡ് റൂൾസ് വിൽ ഓൺലി ബി കൺസിഡർഡ് ആസ് സിഗ്നിഫിക്കന്റ് മെക്കാനിസം ഫോർ മെയിൻറ്റെയിനിങ് ഹാർമണി ആൻഡ് ഓർഡർ ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഹാർമണിയും ഓർഡറും കൊണ്ടുവരാനുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് എന്തിനെ, ലോയിനെയും റൂളിനെയും ഇവര് കണ്ടുവരുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? ഇപ്പൊ ഇതിനകത്ത് നമുക്ക് രണ്ട് സ്റ്റേജ്, ഒന്ന് 5ാം സ്റ്റേജ് സോഷ്യൽ കോൺട്രാസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് നോക്കാം. ഇത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. കാരണം അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മഹാമഹർഷിയുടെ ഒരു സിറ്റുവേഷൻ ആണ്, യൂണിവേഴ്സൽ ട്രൂത്ത്. നമ്മൾ ഓഷോ ഒക്കെ ആ ലെവലിലേക്ക് പോകും. അപ്പോൾ എന്താണ് 5th സ്റ്റേജ്, സോഷ്യൽ കോൺട്രാസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ദ സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി ടു ദ ഡെമോക്രാറ്റിക്കലി അക്സെപ്റ്റഡ് ലോസ് ആൻഡ് മോസ്. മറ്റടുത്ത് എന്താ പറഞ്ഞത്, സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി ടു ലോസ് ആ പറഞ്ഞു, ലോസ് ആൻഡ് റൂൾസ് ആൻഡ് നോംസ് അല്ലേ. ഇവിടെ ഡെമോക്രാറ്റിക്കലി അക്സെപ്റ്റഡ് ലോസ് ആൻഡ് മോസ്. ഡെമോക്രാറ്റിക്കലി എങ്ങനെ, ജനകീയമായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള നിയമങ്ങളും മോറൽസും അതിനുള്ള കൺഫോമിറ്റി കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇത്. നോക്കൂ, ഒരാള് അല്ലേ, നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ സ്പ്രിന്റേഴ്സ് ഇതുപോലെ വീണ് കിടക്കുന്ന ഒരാളിനെ നമുക്ക് എഴുന്നേപ്പിച്ചു കൊണ്ടുപോകാൻ ഏതെങ്കിലും സ്പ്രിന്റർ ശ്രമിക്കോ? ഇല്ല. പോസ്റ്റ് കൺവെൻഷണൽ വേയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവന്റെ ഓട്ടം മതിയാക്കിയിട്ട് വീണ ഒരാളിനെ പൊക്കിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നീയും കൂടെ ഓട് എന്നും പറഞ്ഞിട്ട് ഓടിച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലേ. നോക്ക്, ദാറ്റ് ഈസ് എ ഡെമോക്രാറ്റിക്കലി അക്സെപ്റ്റബിൾ മോർ. ആം ഐ റൈറ്റ്? ഓക്കെ, അപ്പൊ നോക്കാം 5th സ്റ്റേജ് സോഷ്യൽ കോൺട്രാസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. The 5th stage is concerned with the common good. എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലേ, അതാണ് എല്ലാവർക്കും നന്മ. മറ്റൊന്നാണ് എനിക്ക് നന്മ, ദൈവമേ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ എന്ന് പറയും. ഇവിടെ എന്താണ്, എല്ലാവർക്കും നന്മ വരുത്തണേ ദൈവമേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. എന്താണ് 5th stage is concerned with the common good of people. അതുപോലെ the world is viewed as holding different opinions, rights and values. Such perspectives should be mutually respected as unique to each person or community. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉണ്ടായിരിക്കും, വ്യത്യസ്തമായ റൈറ്റുകൾ ഉണ്ടായിരിക്കും, വ്യത്യസ്തമായ വാല്യൂസ് ഉണ്ടായിരിക്കും. ഇതിനെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എങ്ങനെ? ഓരോ പേഴ്സണെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓരോ കമ്മ്യൂണിറ്റിക്കും അത് യുണീക്ക് ആയിരിക്കും, അവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്ന് ഈ ഒരു സ്റ്റേജ് നമ്മളെ പഠിപ്പിക്കുന്നു അല്ലേടാ. കോമൺ ഗുഡ് വന്നാൽ നിങ്ങൾ കണ്ണു പൂട്ടി എഴുതിക്കോ എന്നാണ് പോസ്റ്റ് കൺവെൻഷൻ ലെവലിലെ 5th സ്റ്റേജ് അല്ലെ. സോഷ്യൽ കോൺട്രാസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി ടു ദ ഡെമോക്രാറ്റിക്കലി അക്സെപ്റ്റഡ് ലോസ് എന്ന് പറയുമ്പോഴാണ് കോമൺ ഗുഡ്. ഏതാണ് കോമൺ ഗുഡ്? നോക്കാം, എന്താണ് ദാറ്റ് സ്റ്റേജ് ഓഫ് മോറൽ റീസണിങ് മോറൽ ഡെവലപ്മെന്റ് അസോസിയേറ്റ് വിത്ത് കോമൺ ഗുഡ് ഓഫ് പീപ്പിൾ എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ നോക്കാം. ലോസ് ആൻഡ് റൂൾസ് ആർ കൺസിഡർ സോഷ്യൽ കോൺട്രാക്ട്സ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ലോസ് ആൻഡ് റൂൾസ് ആർ കൺസിഡർ സോഷ്യൽ കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കപ്പെടുന്നു ലോസിനെയും റൂൾസിനെയും. ദീസ് ആർ ഫോർ ദ ഗുഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഫോർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഈക്വൽ പ്രൊട്ടക്ഷൻ. ഇവിടെ എന്താണ് ലോസും റൂൾസും എന്താണ് ഒരു സോഷ്യൽ കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കപ്പെടണം. അതുപോലെ എന്താണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സോടെ സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന പോലെ ലോസ് ക്യാൻ ഓൺലി ബി അക്സെപ്റ്റഡ് ഫോർ അപ്രൂവ്ഡ് റിലേറ്റീവ് ടു ദ കോമൺ ഗുഡ് ഓഫ് ദ സൊസൈറ്റി. എങ്ങനെ ലോയെ നമ്മൾ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റിക്ക് കോമൺ ഗുഡ് ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആസാമിലെ ലോസ് എല്ലാം എന്ത് ചെയ്യപ്പെടുന്നത്, ആസാമിലേക്ക് ലോസ് എല്ലാം നമ്മൾ ചോദ്യം ചെയ്യുന്നില്ലേ, ആസാമിലെയും അതുപോലെ മണിപ്പൂരിലെ ലോസ് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ശ്രീലങ്ക പല സ്ഥലങ്ങളിലും എന്താണ് നിയമത്തെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. നോക്കാം, ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഈസ് തിയറിറ്റിക്കലി ബേസ്ഡ് ഓൺ സ്റ്റേജ് 5 റീസണിങ്. കണ്ടാ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദിക്കും കേട്ടാ. നോക്കാം, എന്താണ് സ്റ്റേജ് 5 റീസണിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. എന്താ, ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. പണ്ട് ജനാധിപത്യം എന്ന് വിശ്വസിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ സ്റ്റേജ് 5 റീസണിങ്ങിൽ എത്തിയ ആൾക്കാരാണ് ഡെമോക്രാറ്റിക് ഗവർണൻസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നതും അതുപോലെ രാജാവിൻ്റെ സിസ്റ്റത്തിനെയൊക്കെ വെല്ലുവിളിച്ചതും അല്ലേ. നോക്കാം, അതുപോലെ എന്താണ് 6th സ്റ്റേജ് നോക്കാം, എന്താണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓർ ഓറിയന്റേഷൻ. ഞാനിവിടെ ഇന്ത്യൻ പടം എടുത്തു വെച്ചത്, ഇത് അങ്ങനെ കൃത്യമായിട്ട് ഇതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളത് എല്ലാവരും സംബന്ധിച്ച് മകനെ കൊല്ലുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ. പക്ഷേ ഫോർ എ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ, നമ്മളെ ഈ സമൂഹത്തിന് അവൻ ജീവിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാന്ന് ആ ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ എത്തിക്സിൽ മനസ്സിലാക്കുന്ന നമ്മുടെ താത്ത എന്നല്ല ഇതിനെ വിളിക്കുക, താത്തയല്ലല്ലോ അത്, സേനാപതി അല്ലേ. സേനാപതി അത്രയും തീക്ഷ്ണമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം, മകനെ കൊല്ലുക എന്നൊരു തീരുമാനം എടുക്കുന്നു. കാര്യം എന്താ,
ഈ ലോകത്തിന് അഴിമതി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലോകത്തിന് നിലനിൽപ്പിൽ ഒരു പ്രയോജനം കൊണ്ടുവരാതെ അവർ അഴിമതിയെ തുടച്ചു നീക്കണം എന്ന് ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന ആരാണ് ഈ പറഞ്ഞ സേനാപതി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ പടത്തിന്റെ വിജയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തന്നെയായിരുന്നു. എന്താണ് സേനാപതി എടുത്ത ആ ഡിസിഷൻ ഇല്ലെന്ന് ആ പടമില്ല കേട്ടോ. പിന്നെ കുറേ പാട്ടും ഈ ഡിസിഷൻ എടുക്കാൻ നേരത്ത് നമ്മുടെ ഇദ്ദേഹത്തിന്റെ കാമുകി വന്നിട്ട് അതായത് നമ്മുടെ മകൻ കമലഹാസന്റെ കാമുകി വന്നിട്ട് മനുഷ്യ പേരാണെന്നാണ് ഇദ്ദേഹത്തിന് പറയുന്നുണ്ട്, ഞാൻ ഇദ്ദേഹത്തെ ഇത്രയും ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ഇത് കൊല്ലാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഈ കൈകളിലേക്കാണ് അവനെ പെറ്റിട്ടത്, അവൻ ഈ കയ്യിലെടുത്താണ് ഞാൻ താഴൊഴിച്ച് വളർത്തിയത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മക്കളെ എനിക്കുള്ള പെയിൻ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഭയങ്കര റിലവൻ്റ് ആണ്. അതൊക്കെയാണ് നമുക്ക് ഒരുപാട് ടച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നോക്കാം, 6th സ്റ്റേജ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓറിയന്റേഷൻ എന്ന് പറയാം. എത്തിക്കൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോഴേ കണ്ടുപിടി 6th സ്റ്റേജ്. അതുപോലെ യൂണിവേഴ്സൽ ethical principle ഓറിയന്റേഷൻ 6th സ്റ്റേജ് കണ്ടുപിടിക്കണം. നോക്കാം, this is concerned with the respect for universal principle, the principles of justice, dignity and equality. Justice, dignity and equality, നീതി, ഡിഗ്നിറ്റി, അഭിമാനം, ഇക്വാലിറ്റി, ഈ തുല്യത അല്ലെ, അങ്ങനെയുള്ള യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഒരു പക്ഷേ പറഞ്ഞ ഓഷോ എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ അല്ലേ, ഒരു എന്താ പറയുക, ഒരു വൈദികൻ എന്ന് പറയാൻ പറ്റുമോ, എന്താണ് മഹർഷി അല്ലേ, മഹർഷിയുടെയൊക്കെ തരത്തിലുള്ള ആ ഒരു ഔന്നത്യത്തിലേക്ക് ഉയർന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പേഴ്സണൽ ബോണ്ടേജ് എല്ലാം കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ തീരുമാനത്തിലേക്ക് പോകാൻ പറ്റില്ല. യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്. നോക്കാം, ഫോർ കോൾബർഗ് ദ ബേസിസ് ഓഫ് വൺസ് ആക്ഷൻ. ഇവിടെ ഇദ്ദേഹത്തിന്റെ ആക്ഷൻ, അതിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, കോമൺ ഗുഡിന് വേണ്ടിയിട്ട്. കോമൺ ഗുഡ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു നന്മ, എല്ലാവരും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുക, അതല്ല, അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടില്ല. പക്ഷെ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു ഡീപ്പറായിട്ട് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന മോറൽ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ പ്രവർത്തികൾ അല്ലേ. അത്രയും യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. നോക്കാം, അതുപോലെ മോറൽ ഡെസിഷൻ ഈസ് നോട്ട് ജസ്റ്റ് ബേസ്ഡ് ഓൺ ദ ലോസ് ആൻഡ് റൂൾസ് ഓഫ് ദ സൊസൈറ്റി ബട്ട് ഓൺ ഓൺസ് കൺസൈൻസ്. അവൻ അറിയും ശരി ഏത് തെറ്റ് എന്ന്. സൊസൈറ്റിയുടെ റൂൾസ് അല്ല അവൻ്റെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത്, അവൻ്റെ ശരിയും തെറ്റും അവൻ തീരുമാനിക്കും. അവൻ്റെതായ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചാർട്ടിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടുതൽ വേണമെങ്കിൽ എഴുതി ചേർക്കാം. ഈ സാധനം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ നോക്കാം, ലെവൽ 1 പ്രീ കൺവെൻഷണൽ. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടുള്ളൂ. ഉള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയന്റേഷൻ. പണിഷ്മെന്റ് അതോറിറ്റിയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. സെക്കൻഡ് സ്റ്റേജ് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ ഓറിയന്റേഷൻ. കൺസേൺഡ് വിത്ത് വൺസ് ഓൺ ഇൻട്രസ്റ്റ് ഓർ അഡ്വാൻറ്റേജ്. വാട്ട്സ് ഇൻ, അതിനകത്ത് എനിക്ക് എന്തുണ്ട്, അല്ലെങ്കിൽ റെസിപ്രോസിറ്റി കൺസെപ്റ്റ്, അല്ലെങ്കിൽ വൺ ഗെറ്റ്സ് വാട്ട് ഓൺ ഡസ്, അല്ലെങ്കിൽ ടിറ്റാറ്റ് അല്ലേ, ടിറ്റാറ്റ് അങ്ങനെ കൺസെപ്റ്റ് എല്ലാം ഉണ്ട്. അതെല്ലാം എന്താണ് രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നതാണ്. അവൻ എന്ത് കിട്ടും. അടുത്തത് കൺവെൻഷനിൽ എന്താണ്, ഗുഡ് ഇന്റർപേഴ്സണൽ സിസ്റ്റം, ഗുഡ് ബോയ് ബാഡ് ബോയ് അല്ലേ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണം, അല്ലെങ്കിൽ നല്ല ഒരു അവന് പാറ്റ് കിട്ടുന്നതാണ് അവന് ഇഷ്ടം. അതുപോലെ ദ റിയാക്ഷൻസ് ഓഫ് അതേഴ്സ് ആർ സംഹൗ ദ ബേസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ. ഫോർത്ത് സ്റ്റേജ് മെയിൻറ്റെയിൻ സൊസൈറ്റിയിൽ ഓർഡർ, സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും അവനെ സംബന്ധിച്ചോളം കൺഫേം ആണ് അല്ലേ. അതിനതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ലീഗലിസ്റ്റിക് ഓറിയന്റേഷൻ ആണ്. അല്ലെ മോസ്റ്റ് ആക്റ്റീവ് മെമ്പേഴ്സ് സൊസൈറ്റി റിമെയിൻ അറ്റ് ദി സ്റ്റേജ്. അടുത്ത പോസ്റ്റ് കൺവെൻഷൻ ഓഫ് 5th സ്റ്റേജ് സോഷ്യൽ കോൺട്രാസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി അതുപോലെ എന്താണ് ദ സ്റ്റേജ് ഓഫ് കൺഫോമിറ്റി ടു ദ ഡെമോക്രാറ്റിക്കലി ആബ്സെന്റ് ലോസ് ആൻഡ് മോസ്, അല്ലെങ്കിൽ കോമൺ ഗുഡ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അവിടെ. അതുപോലെ എന്താണ് നമ്മുടെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈ ഒരു ചിന്താഗതിയിലെ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലുള്ള മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ 6th സ്റ്റേജ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നു. വിത്ത് റെസ്പെക്ട് ടു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്. നിയമമല്ല നീതിയാണ് അവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു ആളിൻ്റെ മൊറാലിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഘടകം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണാം. കാരണം കുറച്ചധികം ലെങ്തി ആയിപ്പോയി, ഒറ്റ വീഡിയോയിൽ നമ്മൾ നിർത്തുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമുക്ക് നേരിട്ടാണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആകുമ്പോഴത്തേക്കും 19 ചോദ്യം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും.